ആ ഓക്കെ, റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. അപ്പോ അത് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫകുലു മിൻഹ, അതിൽ നിന്നും ഭക്ഷിക്കാം. ഈ വജബത് ജുനൂബുഹ എന്ന് പറഞ്ഞപ്പോ അത് മറിഞ്ഞു വീണ അനക്കം തീരുക എന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ഫിഖ്ഹിയായ ഒരു വശം മനസ്സിലാകും. നമ്മൾ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അതിന് ജീവൻ പോകാതെ ഒരിക്കലും അതിനെ ഇറച്ചി ഉരിക്കാൻ പറ്റില്ല. അതിന്റെ ബ്ലഡ് മൊത്തം പോയി, ബ്ലഡ് മൊത്തം പോകാതെ ജീവൻ പോവുക എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിൽ നിന്നും അവർക്ക് ഭക്ഷിക്കാം. ആരാണോ ഉളുഹിയ കൊടുക്കുന്നത് അവർക്ക് ഭക്ഷിക്കാം. വഅത്അമുൽ ഖാനിഅ അൽ മുഅത്തർ, ഖാനിഇങ്ങൾക്കും മുഅത്തരീങ്ങൾക്കും നിങ്ങൾ അതിൽ നിന്നും കൊടുക്കണം. ഒരു ചോദ്യം, ആരാണ് ഖാനി, ആരാണ് മുഅത്തർ? അത് ഒരു പര്യായപദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിസ്കീൻ, ഫക്കീർ എന്നുള്ള വാക്ക് തന്നെയാണ് ആ വരുന്നത്. നിങ്ങൾക്കറിയാമോ മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്കീൻ ആൻഡ് ഫക്കീർ? അറിയാവുന്നവർ പറഞ്ഞോ. ഫക്കീറോ? ഓക്കെ, പറഞ്ഞ ശരിയാണ്, ചോദിച്ചു വരുന്നവർ. അപ്പൊ മിസ്കീൻ ചോദിച്ചു വരൂല എന്നാ പറഞ്ഞേ. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് കുഴപ്പിച്ചതേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഒരാൾക്ക് ഒരു മാസം ജീവിക്കാന് ഭാര്യ, മക്കള്, സ്കൂൾ ചെലവ് എല്ലാം കൂടെ കൂട്ടി ഒരു 15,000 രൂപ വേണമെന്ന് വെച്ചോ. അത്യാവശ്യം, ആഡംബരമല്ല, ആവശ്യങ്ങൾ നിർവഹിച്ചു പോകാൻ 15,000 രൂപ വേണം. ആവശ്യങ്ങളാട്ടോ, അത്യാവശ്യമല്ല. 15,000 രൂപ. പക്ഷെ അയാൾക്ക് മാസം ലഭിക്കുന്നത് ഒരു 8,000 രൂപയാണ്. 7,000 രൂപയുടെ കുറവുണ്ട്, 15,000 കിട്ടണം. അപ്പൊ അയാളുടെ ജീവിതം ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അത്യാവശ്യങ്ങൾ മാത്രമേ നിറവേറത്തുള്ളൂ. ആവശ്യങ്ങൾ നിറവേറാൻ 15,000 വേണം, പക്ഷെ 8,000 ഉള്ളൂ ഇൻകം. അപ്പോൾ അത്യാവശ്യങ്ങൾ മാത്രമേ നിറവേറുന്നുള്ളൂ, ആവശ്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കടമായിരിക്കും, കടവും തിരിച്ചും മറിച്ചും റോളൊക്കെ ചെയ്ത് നിൽക്കും. പക്ഷെ ആളുകളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടാതെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അവരെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്, കാരണം അവരാരോടൊന്നും ചോദിക്കത്തില്ല. ഇതാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാ. ഫക്കീർ എന്ന് പറഞ്ഞാല് ഒരു മാസം ഒരാൾക്ക് 15,000 രൂപ വേണം ജീവിക്കാൻ, അയാളുടെ ആവശ്യം നടക്കാൻ. 8,000 രൂപ ആണ് അത്യാവശ്യം നടക്കാൻ വേണമെങ്കിൽ. ഇയാൾക്കൊരു 4,500 ആ റേഞ്ചിൽ, 5,000 താഴെ ഉള്ളൂ അയാൾക്ക് ഒരു മാസം കിട്ടുന്നുള്ളൂ. അപ്പൊ അയാളുടെ അത്യാവശ്യം പോലും നടക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ 100% ചോദിക്കേണ്ടി വരും, കാരണം അയാളുടെ നിത്യചെലവിന് വേണ്ടി. മറ്റേത് എങ്ങനെയും ഓടിക്കോളൂ. ഇതാണ് ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഓക്കെ അല്ലേ? അറിയാൻ മേലാത്തൊന്ന് കൈവക്കിക്കോ, മനസ്സിലാക്കി. ഖാനിങ്ങൾ എന്ന് പറഞ്ഞാല് അത്യാവശ്യം കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ സെറ്റപ്പായിട്ട് പൊക്കോളും. മുഅത്തർ എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യമുള്ള ആള്. ഇപ്പൊ പറഞ്ഞ രണ്ട് പെർസ്പെക്റ്റീവ്. ഈ രണ്ട് ടൈപ്പ് ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ എന്ത് കൊടുക്കേണ്ടത്? ഉളുഹിയയുടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നാടുകളിലൊന്നും അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ഒരുപക്ഷെ അവരുടെ വീടുകളിൽ എത്തിയതിനു ശേഷം എല്ലാവർക്കും നമ്മൾ എത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പഠിക്കുകയാണ്. അതിലേക്ക് വരുന്ന മുമ്പ് ഒരു കാര്യം കൂടെ. ആയത്ത് അവസാനിപ്പിക്കുന്നതാണ് കദാലിക സഖർനാഹാലക്കും, അപ്രകാരം നാം, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ഈ ബലിമൃഗത്തെ, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പൊ ഈ ആയത്തിന്റെ ലാസ്റ്റ് മനുഷ്യനെ എത്തിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ്. നന്ദി. നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകും. നന്ദി എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നന്ദി എന്ന് പറഞ്ഞാൽ അറബി തന്നെയാണ് അതിന് ഏറ്റവും ആപ്റ്റായ വാക്ക്. ഷക്കറ യഷ്കുറു എന്ന് പറഞ്ഞാൽ കശഫ, തുറക്കുക എന്നാ. തുറക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ, എന്നിലുള്ളതൊക്കെ ഞാൻ പുറത്ത് സംസാരിക്കുക എന്നാ. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ആകയാൽ നിന്റെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ സംസാരിക്കുക. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ചെയ്യുക, ഇല്ലാപ്പാട്ട് നിർത്തുക എന്നാ. ആളുകൾ കൂടുതലും ഇല്ലാപ്പാട്ട് പാടുന്നവരാണ്. എനിക്ക് അതില്ല, ഇതില്ല,
എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് സമാധാനമില്ല, കിട്ടിയില്ല, എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, കിട്ടിയില്ല. നമ്മളെ അറബിയില് എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും ചുമ്മാ വായുകൊണ്ട് പറയുന്ന, ഉള്ളിലൊന്നും കയറിയിട്ടൊന്നുമില്ല. മലയാളത്തിലോ ദൈവത്തിനു സ്തുതി എന്നൊന്നും അല്ല ആളുകൾ പറയുന്നത്. കുഴപ്പമില്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അപ്പൊ ഈ ഇല്ലാപ്പാട്ടാണ് മനുഷ്യന്റെ പ്രശ്നം. അപ്പൊ ശക്കറ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്ന് പറയുമ്പോൾ എന്താണോ എനിക്ക് എന്റെ റബ്ബ് നൽകിയത് അതിനെ ഓപ്പൺ ആയിട്ട് പറയുക എന്നാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ വേറൊരു സൂറത്തിൽ പോകുമ്പോൾ നമുക്ക് പഠിക്കുന്ന കാലത്ത് അത് വിശദീകരിക്കാം. ഇവിടെ സഹർനാഹ ലക്കു എന്ന് പറഞ്ഞു. നാം എന്ത് ചെയ്തു? സഹറ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി തരിക എന്ന, അധീനമാക്കി തരിക, മെരുക്കി തരിക. ഇവിടെ ഒട്ടകത്തെ പഠിച്ചവൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒട്ടകം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ വലിപ്പമുള്ള 10, 600, 700 കിലോ അതിന് മുകളിൽ കയറ്റി വെച്ചാല് ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു ഹാർഡായ മൃഗമാണ്, മരുഭൂമിയിലെ മൃഗമാണ് ഒട്ടകം. ഈ ഒട്ടകം ഒന്ന് തൊഴിച്ചാൽ ഈ കീടം പോലത്തെ മനുഷ്യൻ തെറിച്ചു പോകും. അപ്പൊ ഈ ഒട്ടകത്തെ അറുക്കുക എന്ന് പറയുന്നതും നല്ല ശ്രമകരമായ ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അള്ളാഹു അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതിനെ സവാഫായിട്ട് വരിയായിട്ട് നിർത്തിയിട്ട് അതിന്റെ ഒരു കാല് ഒരു തൂണുമായിട്ട് ബന്ധിച്ചാൽ മതി, അത് നിന്ന് തരും അവിടെ. അത് നിന്ന് പാവം അവിടെ അറുത്തോളൂ എന്ന് പറഞ്ഞ് കഴുത്ത് വെച്ച് നിന്ന് തരും. അതിനെ ചോര പോയതിനു ശേഷം അത് പതിയെ താഴത്തേക്ക് വീഴുകയും ചെയ്യും. നമുക്ക് സുഖകരമായിട്ട് ചെയ്യാം. ഇത് പഠിച്ചോൻ പറയുന്നത് എന്താ? ഇത് ഞാൻ നിങ്ങൾക്ക് സഹർനാഹ കീഴ്പ്പെടുത്തി തന്നതാണ് ഉളുഹിയ കൊടുക്കുമ്പോ. ഇനി അത് മാത്രമല്ല, എപ്പോഴും മൃഗങ്ങളെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് നാൽക്കാലികളെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പ്രയോജനം എടുക്കുന്നുണ്ട്. പിന്നെ ഈ സഹർന എന്ന് പറയുന്ന ഒരു പദം വേറെ ഒരിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സഹറലന. മാഷാല്ലാ, ജുമാന ടീച്ചർ വെൽ സുഹറാത്തായും പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ, അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. സഖറലന ഹാദ, ഇതിനെ എനിക്ക് അധീനമാക്കി തന്നു. അതായത് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം അത് അന്നത്തെ കാലത്ത് ഒട്ടകത്തിന്റെ പുറത്തിരിക്കുമ്പോഴായിരുന്നു റസൂൽ ഇത് പഠിപ്പിച്ചു. കുതിരപ്പുറത്ത് ഇത് പഠിക്കുമ്പോൾ അതിനൊക്കെ മേയ്ക്കുക. ഒരാൾക്ക് ഒട്ടകമൊന്നും വെറുതെ ഓടിക്കാൻ പറ്റത്തില്ല, കുതിരയും വെറുതെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ പഠിക്കണം. അത് മാത്രമല്ല ഈ സാധനം മൃഗമാണ്, നമ്മളെയും കൊണ്ട് അത് പറന്നു പോകും. അപ്പൊ അതിനെ കടിഞ്ഞാൻ പിടിച്ച് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത്, മുതുകത്ത് കയറുക എന്നൊക്കെ പറയുന്നത് നല്ല പണിയാണ്. അപ്പൊ അള്ളാഹു ഇതിനെ നമുക്ക് അണ്ടറിലാക്കി തന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും നടക്കൂല. അപ്പൊ നമ്മളെ തന്നെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, പേരൊഴിക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് 4 വീലർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ചോദിച്ച് എനിക്ക് വഴങ്ങി കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു സഹറന എന്ന് പറയുന്ന സാധനം പടച്ചവൻ തരുന്ന ഗിഫ്റ്റാണ്. ആളുകൾ വിചാരിക്കും എന്റെ കഴിവ് കൊണ്ട് ഞാൻ അതിനെ പറത്തുകയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. നമുക്കാകെ 2 കാലേ ഉള്ളൂ: ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ, സൈഡ് മിറർ, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ബാക്ക് വൈപ്പർ, കണ്ണാടി, മഴ, ഹെഡ്ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, ഓണ്. ഇതിങ്ങനെ ഒരുപാട് സംഗതികൾ ആകെപ്പാടെയുള്ള 2 കാലും 2 കൈയും. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ഫോൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലുണ്ട് ഇത്. പക്ഷെ മനുഷ്യൻ അവിടെ വിചാരിക്കുന്നില്ല. അവിടെയാണ് ഒരു മുസൽമാനെ കൊണ്ട് കയറ്റിയിട്ട് പറയിപ്പിക്കുന്നത്, സുബ്ഹാനല്ലദീ, പടച്ചവൻ എത്ര പരിശുദ്ധനാണ്. സഖർലന ഹാദ, എനിക്കിത് അള്ളാഹു എന്ത് ചെയ്തു? നിയന്ത്രണ വിധേയമാക്കി, കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് പറയുന്നത് സഖർലന ഹാദ ബാക്കി എങ്ങനെയാ? സുബ്ഹാനല്ലദീ സഖർലന ഹാദ വമാ വമാ കുന്ന ലഹു, ഞാൻ അല്ലായിരുന്നു അതിനെ മുഖരിനീൻ, കീഴ്പ്പെടുത്താൻ അറിവുള്ളവനല്ലായിരുന്നു. ഇത് പടച്ചവനാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നവര് അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹു തന്നതാണ്. അറിയാൻ മേലാത്തവർ പടച്ചവനോട് ദുആ ചെയ്താൽ പടച്ചവൻ തന്നെ പഠിപ്പിക്കും. നമ്മുടെ ശ്രമം കൂടെ വേണം. അപ്പോ ഇത് നിയന്ത്രണ വിധേയം അല്ലാതാകാം പടച്ചവൻ വിചാരിച്ചെങ്കിൽ. അത് നിയന്ത്രണ വിധേയം അല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നന്ദി എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് വേണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ പടച്ചവൻ ഇത്തരത്തിലുള്ള കീഴ്പ്പെടുത്തലുകൾ നിങ്ങൾക്ക് ആക്കി തന്നു. ടോട്ടലി നിങ്ങൾ നന്ദിയുള്ളവരാവുക.
ഈ മൃഗത്തെ നമുക്ക് ഇങ്ങനെ ആക്കി തന്നത്. ഇനി ഇവിടെ അള്ളാഹു ബലി എന്ന് പറഞ്ഞത് ഒരു മൃഗം മാത്രമാണെങ്കിൽ, ഒരു ഉളുഹിയാക്കി കൊടുക്കുന്ന മൃഗം മാത്രമാണെങ്കിൽ, ഈ പഠിച്ചവൻ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതമേ ബലിയാണ്, അള്ളാഹുവിനുള്ള ബലിയാണ്. കാരണം നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും സമയവും കൊണ്ടുള്ള ബലിയാണ്. എല്ലാ ദിവസവും 5 നേരം നമസ്കരിക്കുക എന്നുള്ളത് ബലിയർപ്പിക്കുകയാണ് ശരിക്കും. നോമ്പ്, വർഷത്തിൽ ഒരിക്കൽ 30 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് എന്റെ ശരീരം കൊണ്ട് ഞാൻ പടച്ചവന് കൊടുക്കുന്ന ബലിയാണ്. അതുപോലെ ഹജ്ജ്, ജീവിതത്തിൽ ഒരിക്കൽ കഷ്ടപ്പാടനുസരിച്ച് അവിടെ പോയി ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലുള്ള ഒരു ബലിയാണ്. സക്കാത്ത്, സക്കാത്ത് എന്ന് പറയുന്നത് ക്യാഷ് ഞാൻ പാവങ്ങളിലേക്ക് ചെലവഴിച്ച് 2.5% കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ സമ്പത്തിന്റെ ബലിയാണ്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ പല ബലിയായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാം ഞാനായിട്ട് അധീനപ്പെടുത്തിയതല്ല, അള്ളാഹു എനിക്ക് നൽകിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ പടച്ചവൻ നമുക്ക് നൽകിയതാണ്. എന്താണെങ്കിലും എന്താണെങ്കിലും ആഹാരം പോലും, ആഹാരത്തിന് നമ്മൾ ക്യാഷ് മുടക്കി കടയിൽ പോയി നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു ബ്രെഡ് വാങ്ങിയെങ്കിൽ ആ ബ്രെഡ് എന്ന പ്രോഡക്റ്റ് ആയി വരാൻ എത്ര ആളുകൾ അതിന് പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്, എത്ര ആളുകൾ. അതൊരു ഗോതമ്പ് പാടത്ത് ഗോതമ്പായി, വിർച്വൽ വാല്യൂ എന്ന് പറയും, കുറേ ഗോതമ്പുകളായി നിന്നത്, അതിൽ നിന്നും പൊടിച്ചെടുത്ത് എത്ര ഗോതമ്പ് പൊടിയുടെ അളവാണ് ഒരു ബ്രെഡിന് വേണ്ടത്, അതെടുത്ത് മാറ്റി അതിനകത്ത് വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് അതിനെ കുഴച്ച് മെഷീനിൽ കുഴച്ച് അതിനെ ബേക്ക് ചെയ്ത് ഒരുപാട് പ്രൊസീജിയേഴ്സിന് ശേഷമാണ് പല ആളുകൾ കൊണ്ട് വെച്ച് ഇന്നയാൾക്കുള്ളതാണ് എന്നും പറഞ്ഞ് ഒരു ബേക്കറി കൊണ്ടുവയ്ക്കണേ. ഏതാ? പായിപ്രയിലുള്ള ഇന്ന വീട്ടിലെ ഇന്നയാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പേരെഴുതി ഒട്ടിക്കുന്നില്ല എന്നുള്ളൂ. അത് നമ്മൾ തന്നെ മേടിക്കത്തുള്ളൂ, വേറെ ആരും മേടിക്കത്തില്ല, വേറെ ആരും മേടിക്കുകയില്ല. അതൊരിക്കലും റാൻഡമായ യാദൃശ്യമായ ഒന്നുമല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാഷ്, ഇനി ഈ ക്യാഷ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ബ്ലഡിന്റെ കേസ് പറഞ്ഞാൽ ഈ ക്യാഷ് വരാനും അതൊരു ചക്രമാണ്, അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിലെത്തി. അങ്ങനെ ആ ക്യാഷ് കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി പടച്ചവൻ കൊണ്ടുവച്ച പലരുടെ കൈകടത്തലുകളിൽ പങ്കെടുത്ത ഒരു ബ്രെഡ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അതിന്റെ എത്രയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് എന്നും പടച്ചവൻ എഴുതി വെച്ചിട്ടുണ്ട്. പടച്ചവന്റെ അടുത്ത് തീരുമാനമുണ്ട്. ഒരു ഒരു സംഗതി ഓർക്കുന്നവർ, അതായത് ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിച്ച ആളുടെ അനുഭവം പറഞ്ഞ, അയാളുടെ ആ മയ്യത്തിന്റെ വായിൽ നിന്നും ഒരു പറ്റ് ചോറിന്റെയോ കറി ഒരു പീസ് കിട്ടി, വായക്കകത്ത് ഇങ്ങനെ വിരൽ കെട്ടിയിട്ട് കഴിയപ്പം അയാൾ ഭക്ഷിച്ചപ്പോ അത് ഭക്ഷിക്കണ്ടെന്ന് പടച്ചവൻ തീരുമാനിച്ചു, ബാക്കി ഇറക്കിയാൽ മതി, ആ വായക്കകത്തിരിക്കുന്നത് ഇനി ഇറക്കാനുള്ളതല്ല, നിനക്ക് മേടിച്ചോണ്ട് വന്നാൽ പോലും തീരുമാനിക്കണമെന്ന്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റും പറയുന്നുണ്ട്. കുറച്ച് ആളുകൾ കൂടി ഒരു പുഴവക്കത്ത് കുളിക്കാൻ വേണ്ടി പോയപ്പോ അതിൽ ഒരാള് നീന്തി ഇച്ചിരി ദൂരം പോയി, അയാളെ കാണാതെ പോയി. സുഹൃത്തുക്കളെല്ലാം അയാളെ അന്വേഷിച്ച് കുറേ നേരം അന്വേഷിച്ചപ്പോൾ അയാളെ വെള്ളം കുടിച്ച് മുങ്ങിപ്പൊങ്ങുന്ന രീതിയിൽ വെള്ളത്തിനെ എടുത്തുനിന്ന് പൊക്കിയെടുത്ത് കരയിൽ കൊണ്ട് കെടുത്തി ഒരുപാട് വയറ്റിൽ നിന്നും വെള്ളം നെക്കിക്കളയാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ രക്ഷപ്പെട്ടില്ല, അയാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അനക്കമില്ല. അങ്ങനെ അയാളുടെ മരണം ഒരു സ്ഥിരീകരിച്ചിട്ട് അതിൽ ഒരാള് അവരുടെ ആ ആചാരം അനുസരിച്ച് ടൗണിൽ പോയി പെട്ടെന്ന് അല്പം ഫുഡോ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ എന്തോ ഒരു പാനീയം, ജ്യൂസ് പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഈ സുഹൃത്തിന്റെ മരണം അനുസ്മരിക്കുന്നതിന് വേണ്ടി. അപ്പോ ഇദ്ദേഹം പോയ സമയത്ത് ഇവർ ഈ വയറിന് ഒരാൾ നെക്കിക്കൊണ്ടിരുന്നപ്പോ ഈ മരിച്ചു എന്ന് ഉറപ്പിച്ച ആള് പെട്ടെന്ന് കണ്ണു തുറന്ന് എല്ലാവർക്കും സന്തോഷമായി. ഇയാൾ എല്ലാവരും നോക്കി, എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഈ ടൗണിൽ പോയ ആള് സാധനവും കൊണ്ട് വരുന്നത്. അയാൾ അത്ഭുതപ്പെടുകയാണ് ഇത് കണ്ടപ്പം, സന്തോഷമായി. പിന്നെ എല്ലാരും കൂടെ ഇരുന്ന് അത് കഴിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ അത്
അല്ല ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം പുറകോട്ട് മറിഞ്ഞു വീണു, അപ്പൊ തന്നെ മരണപ്പെട്ടു. അപ്പോ അതിനുശേഷം ആ ഇതില് സൂചിപ്പിക്കുന്നുണ്ട്, അള്ളാഹു അയാൾക്ക് എന്താണ് ആ ജ്യൂസ് വിധിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് അത് കുടിച്ചിട്ടാണ് മരിച്ചതെന്നുള്ളത്. ഇത് ആണ് റിസ്ക് എന്ന് പറയുന്ന സാധനം. ഒരു മയ്യത്തിന്റെ വായിൽ നിന്നും ഒരെണ്ണം കിട്ടി. അതെന്താണ്? അള്ളാഹ് അയാൾക്ക് വിധിച്ചിട്ടില്ല. അത് ഇറക്കുന്നതിന് മുമ്പായിട്ട് അയാളുടെ റൂഹ് പോയി. അത് വായിക്കകത്ത് എടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് കളഞ്ഞെങ്കിൽ ഒരാള് തിരിച്ചെഴുന്നേറ്റ് കുടിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പഠിച്ചവൻ ഒന്നും റാൻഡം അല്ല നമ്മുടെ ജീവിതം, എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ടെൻഷൻ മനുഷ്യനാണ്. അത് കണ്ടെത്തുന്ന മാർഗവും മാർഗത്തിലാണ് ആളുകൾ എന്തെക്കുന്നത്, അതിനെ റബ്ബാക്കുന്നത്. അതിനെ പ്രൊവൈഡറിനെ ഒരിക്കലും റബ്ബാക്കുന്നില്ല. വളരെ ചുരുങ്ങിയ ആളുകളാണ്, ആരാണോ അത് പ്രൊവൈഡ് ചെയ്തത്, നമുക്ക് നൽകിയത്, അതിനെ റബ്ബായി കാണുന്നില്ല. അതിന്റെ ഇടയിൽ പ്രവർത്തിച്ച മാർഗം ഏതാണോ അതിനെയാണ് ആളുകൾ റബ്ബായി കാണുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. കഴിഞ്ഞ ഖുത്തുബയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരാള് നമുക്കൊരു 10,000 രൂപ മണി ഓർഡർ അയച്ചു. മണി ഓർഡർ അയച്ച ആളാണ് ശരിക്കും, അയാളോടാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതും സന്തോഷം പ്രകടിപ്പിക്കേണ്ടതും. പക്ഷെ പോസ്റ്റ്മാനെയാണ് കൂടുതൽ താല്പര്യം. ശരിക്കും പോസ്റ്റ്മാനിനകത്ത് ഒരു റോളും ഇല്ല. ആ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ അടുത്ത പോസ്റ്റ്മാൻ കൊണ്ട് തരും. അള്ളാഹു നമുക്ക് നമ്മുടെ റിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വഴിയും. അതിനു വേണ്ടിയുള്ള മാർഗമാണ് നമ്മുടെ ജോലി, നമ്മുടെ സാലറി, നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ. അത് നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ച് ഇറങ്ങിത്തിരിക്കുക. അപ്പൊ പഠിച്ചവൻ എന്താണ് ഏകിയത് അതേ നമ്മുടെ കയ്യിൽ എത്തുന്നുള്ളൂ. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മുടെ ജോലിയെയും നമ്മുടെ മറ്റു പലതിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുകഴ്ത്തുന്നതും ഭരമേൽപ്പിക്കുന്നതും. അവിടെ ആ ഷിർക്ക് വരെ കടന്നു വരും. അപ്പൊ അതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് പഠിച്ചവൻ നോക്കി നിൽക്കുക. സോ കൂടുതൽ ആളുകളും നന്ദി കാണിക്കുന്നില്ല എന്ന് പഠിച്ചവൻ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. കൂടുതൽ ആളുകൾക്കും വലാക്കിന്നെ അക്സറന്നാസി ലാ യഅലമൂൻ, ഭൂരിഭാഗം പൊതുജനങ്ങൾക്കും വിവരമില്ല എന്നുള്ള. കാരണം വിവരമില്ല എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരെന്നല്ല, നമ്മൾ അപ്പോഴും ഭൗതികമായ പലതിനെയുമാണ് നമ്മൾ കാരണമാക്കുന്നത്. ഈ സഹർലന എന്ന് പറഞ്ഞ ഡ്രൈവിങ് നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, ഇവിടെ ബലിമൃഗത്തെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ അല്ല. ശരിക്കും അതിന്റെ ഓണർഷിപ്പിലേക്ക് തന്നെ നമ്മൾ തിരികെ മടങ്ങുക. അതാണ് ഖുർആൻ നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ആ രീതി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ബലിയാണ് എന്ന് പറഞ്ഞു. ഇത്രേ അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹുവിന് നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ഈവൻ ഈ ഖുർആൻ ക്ലാസ് പോലും, ഈ സമയം പോലും അള്ളാഹുവിനുള്ള ബലിയാണ്. എൻ്റെ ഹാബീലും ഹാബീലും ഒക്കെ ബലി വെച്ചാണ്. അപ്പൊ ഈ ബലി ഏറ്റവും നല്ല രീതിയിൽ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സംഗതി. ഇനി പഠിച്ചവൻ ഒരു സംഗതിയും കൂടെ, അള്ളാഹുവിന്റെ അടുത്തല്ലേ നിങ്ങൾ 2 ദിവസത്തെ ഗ്യാപ്പ് കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് പോയോ? ഇല്ലോ? പോയിട്ടില്ല. അപ്പൊ പഠിച്ചവന്റെ അടുത്ത് തന്നെ ഇരിക്കും. പഠിച്ചവൻ നമ്മളെ സൂറത്തുൽ ഹജ്ജിലൂടെ ലോകത്തിന്റെ ക്രമങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ആ ബലിയുടെ ഒരു പർപ്പസ് പഠിച്ചവൻ പറഞ്ഞത്, ലൈ യനാലല്ലാഹ, അള്ളാഹു നേടുന്നില്ല എന്നാ. നാലെ യനാലു, അള്ളാഹു നേടുന്നില്ല, അള്ളാഹുവിന്റെ അടുത്ത് എത്തുന്നില്ല. ലുഹൂമുഹ, അതിന്റെ മാംസം, വല ദിമാഉഹ, അതിന്റെ രക്തം. ഈ നിങ്ങൾ ബലി കൊടുക്കുന്നതിന്റെ പദാർത്ഥപരമായ മെറ്റീരിയലിസ്റ്റമായ ഒരു സംഗതിയും അള്ളാഹുവിന്റെ അടുത്ത് എത്തുന്നില്ല. വലാക്കിൻ യനാലുഹു, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് എത്തുന്നത് തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. അപ്പോ നമ്മളൊരു പോത്തിനെ അറുക്കുക, അല്ലെ ഒരു ആടിനെ അറുത്താല് ആടിന്റെ ഏത് ഇറച്ചിയുടെ പീസിലോ ആടിന്റെ ശരീരത്തിൽ എവിടെയും തഖ്വ എന്ന് പറഞ്ഞ സാധനം കാണാൻ കഴിയില്ല. അത് കാണുന്നത് അതിനെ അറുത്ത കശാപ്പുകാരനോടല്ല, അറുക്കാൻ അറിയത്തില്ലെങ്കിൽ വേറെ ആരും അറുത്തോളും. ആരാണോ അതിന് പിന്നിൽ ബലി അർപ്പിച്ചത് അയാളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ് തഖ്വ. അപ്പൊ ഇതാണ് അതിന്റെ ടോട്ടൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ഇത് അള്ളാഹുലേക്ക് എത്തുന്നത്, എന്ത് ചെയ്താലും ഈ നീയത്ത് എന്ന് പറയുന്നത് പോലും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതാണ് അതിന്റെ എല്ലാത്തിനും കോർ വാല്യൂ. ഈവൻ ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങളിപ്പോ കയറി ഇരിക്കുന്നത് പോലും അതിന്റെ അതൊരു കൺക്ലൂഷൻ ഉണ്ട്. ഞാനിപ്പോ നിങ്ങളോട് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരോട് സംസാരിക്കുന്നു?
നീ അത് സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ തറാവീഹിന് വരുന്നുണ്ട്, എന്തിനാണ് തറാവീഹിന് പോകുന്നത്? എല്ലാവരും പോകുന്നതുകൊണ്ട്, റമദാൻ മാസം ആവുന്നതുകൊണ്ട്. ഇതൊന്നും അല്ല, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവെ പൂർണ്ണമായും നിനക്ക് വേണ്ടി. അവിടെയാണ് നമ്മൾ അറിയാതെ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമില്ല എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയും നന്മകൾ ചെയ്യും. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ നന്മകൾ ചെയ്യുന്നതിന് എക്സാമ്പിൾ പറയാമോ? ഇല്ലേ? അള്ളാഹുവിന് വേണ്ടി അല്ലാതെ നന്മ ചെയ്യുന്ന എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അതെ, അതെ, അത് തന്നെ കറക്റ്റ്. സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുക. ഞാനിപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. നമ്മുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ഹൗസ് വാമിങ്ങിന് വിളിച്ചു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിച്ചു, നിങ്ങൾ അവിടെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? ഗിഫ്റ്റ് കൊടുക്കാറുള്ളവരൊന്ന് കൈവക്കിക്കേ. ഉണ്ട്, കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണോ, അള്ളാഹുവിന്റെ സംതൃപ്തി ഉദ്ദേശിച്ചാണോ സദഖ ചെയ്യുന്നത്, അതോ അവർക്ക് വേണ്ടിയിട്ടാണോ? അവർ വിളിച്ചല്ലേ, കൊടുക്കാതെ പോയ മോശമല്ലേ? അപ്പൊ അത് വെറും ഒരു സാമൂഹിക നന്മ മാത്രമേ ഉള്ളൂ, ഒരു മാനുഷിക നന്മ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും അത് നമുക്ക് എന്ത് കിട്ടുന്നില്ല, അതിൽ നിന്നും ഒരു പ്രതിഫലം കിട്ടുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്കത് അള്ളാഹുവിലേക്ക് കണക്റ്റുമെങ്കിൽ, പഠിച്ചവനെ വിളി സ്വീകരിക്കൽ എന്താണ്, സുന്നത്താണ്. ക്ഷണം സ്വീകരിക്കൽ ഞാന് എന്നെ കൊണ്ടുണ്ടാകുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാൻ പോവാണ്. ഇത് സദക്കയായിട്ട് നീ പരിഗണിക്കണം. നിന്റെ സംതൃപ്തിയാണ് ഫസ്റ്റ്, നിന്റെ സംതൃപ്തിയാണ് ഫസ്റ്റ്. പക്ഷെ അധികം ആളുകളും അങ്ങനെയല്ല, അങ്ങോട്ട് കണക്ട് ചെയ്യാറേയില്ല. അപ്പോ അല്ല, അത് ആരാണോ കൊടുത്തത് അത് അയാളുടെ മനസ്സിലുണ്ടല്ലോ. മറ്റേ ആളോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുക്കാം. ഇപ്പോ ഒരാൾക്ക് രഹസ്യമായിട്ട് ക്യാഷ് ആയിട്ട് കൊടുത്തു, അയാളുടെ ബുദ്ധിമുട്ടുണ്ട്, അയാളോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുക്കാം. അപ്പോഴും അതൊരു മാനുഷിക നന്മ മാത്രമേ ആകുന്നുള്ളൂ. അള്ളാഹുവിന്റെ സംതൃപ്തി, വമൻ ഇബ്തിഗാ മറവാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. നിങ്ങൾ സൂറത്തുൽ നിസാഇന്റെ 114 13 ആയത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി. ആർക്ക് കൊടുത്താലും, രഹസ്യമായിട്ട് കൊടുത്താലും പരസ്യമായിട്ട് കൊടുത്താലും, രഹസ്യമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കല്യാണത്തിന് പോയാലും എല്ലാം പടച്ചവനെ കയറ്റി വെച്ചിട്ട് പടച്ചവന് വേണ്ടി കൽബ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതിഫലമുള്ള ഒന്നായി എത്തിക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, വലതുകാലിൽ ചെരുപ്പിട്ടാൽ പോലും അറിയാതെയാണ് വലതുകാലിൽ ചെരുപ്പിടുന്നതെങ്കിൽ ഒരു നന്മ കിട്ടുന്നില്ല, ബോധപൂർവം. അപ്പൊ ഈ ബോധമാണ് ശരിക്കും നോമ്പൊക്കെ നമുക്ക് നൽകുന്നത്. ദൈവിക ബോധം, ദൈവത്തിന്റെ അടുത്താണ്, അള്ളാഹുവിന്റെ അടുത്താണ്, അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. പടച്ചവന്റെ അടുത്തിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പടച്ചവൻ പറയുന്നു, കേൾക്കുന്നു. അതാണ് നമ്മുടെ, ഒരുപക്ഷെ കുറെ ആളുകൾക്ക് ഈ ഖുർആൻ ക്ലാസ്സിൽ ഇത്രയും ഒരു ആത്മാവ് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം, നിങ്ങൾ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ഖുർആൻ പഠനം എന്ന് പറയുന്നത് ആത്മാവുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട്. കാരണം എന്താണ്? ആരാണോ ഈ ഖുർആൻ നമുക്ക് നൽകിയത്, ആ അള്ളാഹുവിനെ അടുത്തിരുന്ന് പഠിക്കുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് നിങ്ങളിപ്പോ കാര്യത്തെ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് നിങ്ങളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെ, നിങ്ങളൊരു റമദാൻ പ്രഭാഷണം ദൂരെ മാറി ഇരുന്ന് കേൾക്കുന്നു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുക. ഒരു വ്യക്തി പ്രഭാഷണം നടക്കുന്നു, നമ്മളിങ്ങനെ മാറി ഇരുന്ന് കേൾക്കുന്നു, കുറേ സംഭവങ്ങളും ചരിത്രങ്ങളും കേൾക്കുന്നു. നമ്മുടെ ലൈഫുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല, കണക്ഷനും ഇല്ല. ഖുർആൻ എന്ന് ഒരിക്കലും ഉദ്ദേശിക്കുന്നതും പഠിക്കുന്നതും അങ്ങനെയല്ല. ഖുർആൻ അള്ളാഹു സംസാരിക്കുമ്പോൾ അള്ളാഹുവിന് അടുത്തു പോകുന്നു, അള്ളാഹു താക്കീത് ചെയ്യുന്ന സംഗതി എന്റെ ജീവിതത്തിലുണ്ട്, ഞാൻ എന്നെ പൊളിച്ചടുക്കി മാറ്റുന്നു, അള്ളാഹു അപ്രിഷിയേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്നിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പഠിച്ചവനോട് ഒന്നും കൂടെ ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് പോവേണ്ടത്. അതാണ് കുറെ ആളുകൾ ഇത്രയൊരു അനുഭൂതി ഉണ്ടാവാനുള്ള ഒരു കാരണം. ശരി, അപ്പൊ പടച്ചവന്റെ അടുത്ത് എത്തുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്തു, ബലികർമ്മം ചെയ്തു, ലാസ്റ്റ് പടച്ചവൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി ഒരു കാര്യം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലോട്ട് നോക്കത്തില്ല. വലാകിൻ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കത്തില്ല.
അപ്പൊ ചില ആൾക്കാർ വിചാരിക്കാണ്, ഓ ഞാന് കാണാൻ ഗ്ലാമർ ഇല്ല, മെലിഞ്ഞതാണ്, എന്നെ പഠിച്ചോന്ന് നോക്കൂല. വേറെ ആൾ, ഞാൻ പൊക്കം ഇല്ല, തീരെ പൊക്കം കുറവാണ്, സൗന്ദര്യം കുറവാണ്. വേറെ ആള്, ഞാൻ കറുത്തതാണ്, ഞാൻ ദരിദ്രനാണ്. അപ്പൊ അല്ല, വേറെ ആൾ ഇരിക്കുന്നത്, ഞാൻ ബാർബർ ഫാമിലിയാണ്. എന്താണ്, ജനങ്ങളാൽ ബാർബർ ഫാമിലിയുടെ മൊത്തത്തിൽ ഇപ്പൊ രണ്ടാം തട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ആളുകള് ജാതി വെറി വർണ്ണവെറിയുടെ അടിസ്ഥാനത്തിൽ 4 തട്ടാക്കി തിരിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തർ അങ്ങനെ വിചാരിച്ചാൽ പടച്ചവൻ പറയുന്ന ഇതാണ്: നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ഡ്രസ് കോഡിലേക്കോ ഒന്നും, നിങ്ങളുടെ സമ്പത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹ് നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. അതാണ് കോർ ഏരിയ എന്ന് പറയുന്നത്. എത്ര സമ്പത്ത് ദാനധർമ്മം ചെയ്താലും അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിന് അത് വേണ്ട. അതേസമയത്ത് ഒരാൾ 10 രൂപ ആണ് കൊടുത്തതെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് കൊടുത്താൽ ആ ക്വാളിറ്റിക്കാണ് വില, ക്വാണ്ടിറ്റിക്കല്ല ഒരിക്കലും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നു. അള്ളാഹു ഹജ്ജ്, ഉംറ, ബലികർമ്മം എല്ലാത്തിന്റെയും ഹൃദയത്തിൽ എത്രയാണോ ലാസ്റ്റ് അതാണ് എത്തുക എന്നുള്ളത്. അപ്പൊ ഇവിടെ വേറൊരു സംഗതി കൂടെ ആഡ് ചെയ്ത് പറയേണ്ടതുണ്ട്. ഈ നിയ്യത്ത് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ തഖ്വ ഇരിക്കുന്നത്. അതിന് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നിയ്യത്തിന്. അത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നിയ്യത്ത് പക്കായിരിക്കും. പക്ഷേ മധ്യഭാഗം ആകുമ്പോഴേക്കും നമ്മൾ അലമ്പും, നിയ്യത്തിന് താളം തെറ്റും. അവസാനം ആകുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ആ ഏരിയയിൽ പോലും കാണാതെ വരും. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ തുടങ്ങി വെച്ചത് അതിന്റെ പർപ്പസിൽ നിന്നും നമ്മൾ ബഹുദൂരം അകന്നിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോ പ്രതിഫലം എന്ന് പറയുന്നത് അൽ ഹവാത്തിം, അവസാനമാണ്, എൻഡിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി, അള്ളാഹുവിന് വേണ്ടി ഞാൻ മുസല്ലയിൽ നിന്ന് നമസ്കരിക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചു, നല്ല പക്ക നിയ്യത്തോടുകൂടി കൈ കെട്ടി. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അയാളുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് മിഡിൽ പോർഷൻ ആവുമ്പോൾ 4 റക്കാത്തിൽ രണ്ടാമത്തെ റക്കാത്തിലൊക്കെ എത്തുമ്പോൾ അയാള് ഔട്ട് ഓഫ് റേഞ്ച് ആയി വരും. അവസാനം സലാം വീട്ടാൻ നേരം അയാൾ ഇല്ലായിരിക്കും അവിടെ, എങ്ങനെയൊക്കെ വീട്ടിട്ട് പോകും. ഇതുപോലെ തന്നെ മറ്റു പലതും, പല സംഭവങ്ങളും സംരംഭങ്ങളും സംഘടനകളും എല്ലാം തുടങ്ങി വെക്കുമ്പോൾ നല്ല നീയത്തായിരിക്കും. അതിന്റെ മിഡിലിൽ എത്തുമ്പോൾ ആ നീയത്തിന്റെ ശക്തി കുറയും. അവസാനം എത്തുമ്പോൾ അത് എന്തിനൊക്കെയോ വേണ്ടി കാട്ടിക്കൂട്ടലാവും. അപ്പോ ലാസ്റ്റ് പടച്ചവൻ സമ്മാനം തരാൻ വേണ്ടി കൂട്ടുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം എന്തോ ചെറിയൊരു പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇങ്ങനെ പോകാൻ പാടില്ല. ഓക്കെ, തഖ്വ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് നമ്മൾ എത്തുക എന്നുള്ളതാണ്. കദാലിക സഖറഹ ലക്കും, ഇനി വീണ്ടും ആ സഖറ എന്നുള്ള പദം പഠിച്ചോ കൊണ്ടുവന്നു. അപ്രകാരം നാം നിങ്ങൾക്ക് അധീനമാക്കി തന്നു. എന്തിനെ അധീനമാക്കി തന്നേ? എന്തിനെ അധീനമാക്കി തന്നേ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു ഐറ്റത്തിനാണ് നമുക്ക് അധീനമാക്കി തന്നത്. എന്തിനു വേണ്ടി? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അധികം ആളുകൾ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നത് അള്ളാഹുവിന് തക്ബീർ പറയാൻ വേണ്ടി. അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിന് തക്ബീർ പറയാൻ വേണ്ടി, മഹത്വപ്പെടുത്താൻ വേണ്ടി. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, ആ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഈ ലോകത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്, ദൈവിക മാർഗങ്ങൾ എന്ന് പറയുന്നത്. ആകാശത്ത് നിന്ന് വീണവൻ ചെതറി പശിയൊക്കെ കൊത്തി നടക്കുക. അവിടെ യഥാർത്ഥ ട്രാക്കിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്, അൽഹംദുലില്ലാ. അത് എന്തിനു വേണ്ടിയാണ്? അള്ളാനെ വലുതാക്കാൻ വേണ്ടി. അതാണ് ലിതുകബ്ബിറുല്ലാഹ. കബ്ബറ എന്ന് പറഞ്ഞാൽ എന്താ? വലുതാക്കുക. നമ്മള് ബലിപെരുന്നാളിന്റെ അന്ന്, കൊച്ചു പെരുന്നാളിനും പറയും, ഇപ്പോൾ ചർച്ച ഇവിടെ ബലിപെരുന്നാളാണല്ലോ, അന്നത്തെ ദിവസം രാവിലെ പറയുന്ന ഒരു തക്ബീർ ഉണ്ട്. അതെങ്ങനെയാ? അത് ഒന്ന് പറഞ്ഞേ, പറഞ്ഞോ. ഇല്ല, കസീറ ഒന്നുമില്ല. അപ്പൊ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലുത്. അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലുത്.
അള്ളാഹ് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാം സെക്കൻഡറിയാണ്. ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഈ മിനായിൽ നമ്മൾ ജംറയിൽ കല്ലെറിയുമല്ലോ. ഇല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം എറിഞ്ഞില്ലേ? എറിഞ്ഞായിരുന്നോ? എറിഞ്ഞു. അതെന്തിനാ എറിഞ്ഞത്? ജംറത്തുൽ സുഹറ ഉണ്ട്, ജംറത്തുൽ വുസ്ത ഉണ്ട്, ജംറത്തുൽ കുബ്ര. ആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയെ എന്താണ് ഈ നമ്മൾ ഇപ്പൊ ചെയ്ത ആ ഒട്ടകത്തെ ബലി കൊടുക്കുന്നതിന് പകരം അള്ളാഹു ഇസ്മായിൽ നബിയെ കൊടുക്കാൻ വേണ്ടി ഒരു പിതാവിനോട് പറയുകയാണ്. ആ പിതാവിന്റെ ജീവിതത്തിൽ അള്ളാഹു വലുതാണോ അല്ലയോ എന്നുള്ള ചെക്കിംഗ് ആണ് അവിടെ നടന്നത്. അപ്പൊ നമ്മുടെ ഇതിലും അള്ളാഹു നിനക്ക് എത്രത്തോളം വലുതാന്നുള്ള ചെക്കിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മൾക്കും കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അന്നത്തെ ദിവസം അള്ളാഹയാണ് വലുതെങ്കിൽ ഒരു പോത്തിനെയോ ഒരാടിനെയോ ഷെയർ കൂടി 7 പേര് കൂടിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഷെയർ കൂടി ഒട്ടകത്തിന് നമുക്കും കൊടുക്കാം. അള്ളാഹ് വലുതല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അവരുടെ പുറകെ എപ്പോഴും പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് നടക്കേണ്ടി വരും. അള്ളാഹു വലുതായ ഒരു മനുഷ്യൻ എപ്പോഴും കൊണ്ട് കൊടുക്കും. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് വലുതാണോ? തീർച്ചയായിട്ടും അള്ളാഹു ആണ് ഏറ്റവും വലുത്. അള്ളാഹു പറഞ്ഞ കാര്യം നടത്തുക എന്നുള്ള. അപ്പൊ അത് നടത്താൻ വേണ്ടി ഇസ്മായിൽ നബി ആയിട്ട് മിന എത്തിയപ്പോഴാണ് അവിടെ പിശാജ് വരുന്നത്. പിശാജ് വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ഒന്നും കൂടെ ഒന്ന് പഠിച്ചോനോട് ചോദിച്ചു നോക്ക്. സ്വന്തം മകനെ ഒന്നും ഒരിക്കലും അറക്കാൻ പറയില്ല. അത് എന്തൊരു ലോജിക്കാണ് അതുകൊണ്ട് ഒന്ന് പുനരാലോചിച്ചിട്ട് നീ ചാടി ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാതെ. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ടുമായിട്ടാണ് അവിടെ വന്നത്. പക്ഷെ അള്ളാഹു വലുതായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇതൊന്നും ഒരിക്കലും ഏൽക്കൂല. അപ്പൊ തന്നെ കല്ല് വിളക്കി ഇറങ്ങി വെച്ച് പോടാന്റെ പണി നോക്കി എന്ന് പറഞ്ഞ് എറിഞ്ഞ് ഓടിച്ചു വിട്ടു. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഓഷിക്കെറിയുമല്ല ചെയ്യുന്നത്. എല്ലാ ശക്തികളെക്കാളും വലുത് അള്ളാഹു ആണ്. സർവ്വതിനെയും എറിഞ്ഞ് ഓടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫില് മറ്റ് പ്രതിസന്ധികളെ എന്ത് ചെയ്യാൻ പറ്റണം? എറിഞ്ഞോടിക്കാൻ പറ്റണം. അള്ളാഹുവിനെ വലുതാക്കാൻ പറ്റണം. നമുക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളതാ. അള്ളാഹുവിനെ വലുതാക്കാൻ വേണ്ടി ഇപ്പൊ തറാവീഹ് പോലും നമസ്കരിക്കാൻ പോകാത്ത ആൾക്കാരുണ്ട്, അല്ലേ? നമസ്കാരം പോലും ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ എന്ത് പറയാനാ? അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ലെവലിലുള്ള ഒരു ചർച്ചയാണ്. അത് എല്ലാവരെ കൊണ്ടും മനസ്സിലാക്കിയെടുക്കാൻ പോലും സാഹചര്യവും സാധ്യതയും കുറവാ. അള്ളാഹു നിങ്ങൾക്ക് മാനസികമായ വിശാലത തരട്ടെ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇനി പഠിച്ചവൻ പറയുന്നു, വ ബഷീരിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ നേരത്തെ മുഹ്ബിത്തീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു, ഇവിടെ മുഹ്സിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. മുഹ്സിൻ എന്ന് പറഞ്ഞ ആരാ പറയാമോ? അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മുഹ്സിൻ മൂന്ന് റസൂൽ, അത് മുഖ്ലിസ. അൽ സ്വഭാവികം, അത് മുഹബിത്തല്ലേ? ഓരോ വാക്കർത്ഥം നന്മ ചെയ്യുക എന്നാ, പക്ഷെ ഓരോന്നിനും ഓരോ ഡെഫിനിഷൻ കൃത്യമായ ഹദീസിലും ഖുറാനിലും വന്നിട്ടുണ്ട്. മുഖ്ലിസിന് വന്നിട്ടുണ്ട്, മുഹ്സിന് വന്നിട്ടുണ്ട്, മുത്തഖിക്ക് വന്നിട്ടുണ്ട്, മുഅ്മിന് വന്നിട്ടുണ്ട്, മുസ്ലിം വന്നിട്ടുണ്ട്. ഓരോന്നും നമ്മൾ പഠിച്ചു പോകണം. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് വാക്കുന്ന മുഹ്സിൻ. ഇഹ്സാൻ എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവനാരോ അവനാണ് മുഹ്സിൻ. നമ്മൾ മുഹ്സിനായ നമ്മുടെ പരിപാടി എന്തോ? അതെ, യെസ്. ആ ആ പ്രക്രിയ ചെയ്യുന്നവനാരോ അവനാണ് മുഹ്സിൻ. എന്താണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിനെ ആരാധിക്കണം. അൻ തഅബുദല്ലാഹ അന്നഹു യറാക്ക, തീർച്ചയായും അവൻ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നീ അള്ളാഹുവിനെ ആരാധിക്കണം.
ഫ ഇല്ലം തക്കുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അന്നഹു യറാക്ക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യമാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. ഇത് സുലൈഹ ബീവി എല്ലാ ഡോറും അടച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടുന്ന് കുതറി മാറിയപ്പോ അള്ളാഹ് യൂസുഫ് നബിക്ക് പേരിട്ട മുഹ്സിൻ എന്നാ. കാരണം ആരും അവിടെ കാണുന്നില്ല, ഒരേ ഒരാൾ മാത്രം, അള്ളാഹു. അപ്പൊ ഈ ഒരു ബോധം നമുക്കിപ്പോ നമ്മൾ അള്ളാഹുവിന്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു റിയലി ആ ബോധം വന്നവരെന്ന് കൈവെക്കാമോ? ചുമ്മാ പൊക്കരുത്. ഉസ്താദ് ഇത് പറയുന്നുണ്ട്, പക്ഷെ ആ പഠിച്ചവന്റെ അടുത്ത് ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം മനസ്സുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് മുഹ്സിൻ. അതാണ് മുഹ്സിൻ. അള്ളാഹുവിന്റെ അടുത്ത് ഇരുന്ന് പഠിച്ചവനുണ്ട്. കാരണം അത് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ്. അപ്പൊ തന്നെ എന്നെ വന്ന അബുദി, എന്റെ അടിമയുടെ ചിന്ത എന്താണോ അതാണ് ഞാൻ. അപ്പൊ യഥാർത്ഥത്തിൽ റിയലി നമ്മുടെ അള്ളാഹുവിന്റെ അടുത്ത് തന്നെയാണ്, ഒറിജിനൽ. ഭയങ്കര സമാധാനമായിരിക്കും. അപ്പൊ ഇതാണ് നമസ്കാരത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. നമസ്കാരത്തിൽ നമ്മൾ ഇഹ്സാനോട് കൂടി എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഞാൻ നിൽക്കുമ്പോൾ മുസല്ലയിൽ നിന്ന് പഠിച്ചവൻ എന്നെ കാണാൻ വന്നു, എന്റെ വാക്കുകൾ കേൾക്കാൻ വന്നു, എന്റെ ആംഗ്യങ്ങളും എന്റെ ചലനങ്ങളും പഠിച്ചവൻ നോക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാനൊരു വലിയ, എന്താ പറയുക, ഇപ്പൊ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഹോണറബിൾ പേഴ്സന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നു. അവിടുത്തെ ക്യാമറ എന്നെ വെച്ചിട്ട് ലോകം മുഴുവൻ ലൈവായിട്ട് ആളുകൾ മൊബൈലിലും ടി വിയിലൊക്കെ എന്റെ ഇരിപ്പ് കാണുന്നുണ്ട്. ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന് ഓഫീസിൽ കയറിയതാണ്. അപ്പൊ ഞാൻ എന്താണ് ഓരോ വാക്കുകളും ഒഴിയുന്നതെന്ന് ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, എല്ലാവരും എന്നെ വീക്ഷിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങള് അത് വെച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വേണ്ടി എന്റെ വായ തുറക്കുമ്പോൾ മുത്തുമണികൾ കേട്ടിട്ട് എഴുതാൻ വേണ്ടി പെന്നുമായിട്ട് ജേർണലിസ്റ്റുകൾ ഇരിക്കുന്നു. അപ്പോ എന്റെ മുമ്പിൽ അദ്ദേഹം വന്ന് ആ ഉന്നത വ്യക്തിത്വം വന്നിരിക്കുമ്പോൾ എന്റെ ഫോൺ ഓൺ ആയിരിക്കുമോ? ഞാൻ അവിടെ വെച്ച് ഫോൺ ബെല്ലടിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഫോൺ ആ സമയത്ത് ബെല്ലടിച്ചു, കുണുകുണുന്ന് അടിച്ചു. ടി വിയിലെ ന്യൂസിലെ ലോകം മുഴുവൻ കണ്ടു. ഈ പുള്ളിക്കാരനെയാണോ നമ്മൾ പറഞ്ഞു വിട്ടെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി? പുള്ളി അവിടെ പോയിട്ട് എന്താ ഈ പറയണേ? ഞാനൊരു ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഫോണൊക്കെ ഓഫാക്കി നല്ല നീറ്റ് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരനായിട്ട്, കാരണം നമ്മളെ രണ്ട് രീതിയിലാണ് വീക്ഷിക്കപ്പെടുന്നത്. ഒന്ന്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ, അയാളുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിൽ നിന്നൊരു ഗുഡ് തീരുമാനം നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന് CC ക്യാമറ വഴി ലോകത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇത്രയും നിങ്ങളുണ്ടോ? ഇവിടെ വരെ നിങ്ങൾക്ക് വിഷ്വലി കിട്ടിയോ? കിട്ടി. അപ്പോ നമ്മള് അയാളോട് പറയുകയാണ്, സർ, ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ടവരായ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം നേടണമെങ്കിൽ ബഹുദൂരം നടന്നുപോയി പുഴ ക്രോസ് ചെയ്ത് അതിനുശേഷം വാഹനം കാത്തു നിന്ന് വേണം സ്കൂളിൽ പോവാൻ. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്കൂള് അങ്ങ് അനുവദിച്ചു തരണം. ആ സ്കൂള് ഉണ്ടെങ്കിൽ ഒരു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ദുരിതമാണ്. ഇങ്ങനെ നമ്മൾ വിഷയം അവതരിപ്പിക്കാം. ഇതൊരു പോയിന്റ്. അപ്പൊ അദ്ദേഹം സൂക്ഷ്മതയോട് കേട്ടിരിക്കുന്നു, അദ്ദേഹം തലയാട്ടുന്നു. ടി വിയിലെല്ലാം നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് പോകുന്നു, എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, കൊള്ളാം, പ്രതീക്ഷയുണ്ട് എന്ന് പറയും. എന്നാൽ അവിടെ പോയിരുന്നിട്ട് നമ്മൾ പറയുകയാണ്, സാറിന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, അവിടെ വീടുണ്ട്, അവിടെ വീട്ടിൽ ആൾക്കാർക്ക് അവിടെ അങ്ങോട്ട് പോകുന്നു, പുഴയുടെ അപ്പുറത്ത് പോകുന്നു, അവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നീ എന്നാടാ ഈ പറഞ്ഞത്, നീ എന്നെ കാണിക്കണ എന്നാ? മൊത്തം ശപിക്കും. ആ ടി വിയിലൂടെ ലൈവായിട്ട് കാണുന്നവരും ചിരിക്കും, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ പുള്ളിക്കാരനെ അപ്പൊ തന്നെ നമ്മളെ ഇറക്കി വിടും. എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ മുമ്പില് കിബിലയ്ക്ക് നേരെ നിന്ന് ആ മുസല്ലയിൽ കയറി നിന്നിട്ട് കൈ കെട്ടിയിട്ട് വജ്ജത്ത് വജിയല്ലതി മുസ്ലിം എന്താ പറയണേ? ആ പറയുന്ന എന്താണ്? നിഷ്കളങ്കനും ഹനീഫും മുസൽമാനുമായ രീതിയിൽ, പഠിച്ചവനെ, എന്റെ മുഖത്തെ ഞാനിതാ നിന്റെ മുമ്പിൽ തിരിച്ചു വെച്ചിരിക്കുന്നു. ഇനി എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിന്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു ബഹുദൈവ ആരാധകനിൽ പെട്ടതല്ല. കാരണം ബഹുദൈവ ആരാധന എന്നൊക്കെ പറഞ്ഞ ആകാശത്ത് നിന്ന് റാഞ്ചിക്കൊണ്ട് പോകും, അല്ലെ കാറ്റ് കൊണ്ടുപോകും, നമ്മൾ പഠിച്ചു കഴിയും. അതുകൊണ്ട് ഞാൻ
കൃത്യമായ തൗഹീദ് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനാണ് റബ്ബ്. ഈ സാധനം നമ്മൾ എങ്ങനെ പറയണേ? അപ്പൊ മലക്കുകൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുവല്ലേ നമ്മൾ മുസല്ലേ നിൽക്കുമ്പം, ആ ലൈവ് ടെലികാസ്റ്റിംഗ് പോലെ എന്താണ് ഇവർ ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ പോയിന്റുകളും ഒപ്പിയെടുത്തോണ്ടിരിക്കുക. അള്ളാഹ് അടക്കം എന്റെ അടിമത എന്റെ അടുക്കൽ വന്നിട്ടുണ്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബോധവും ഇല്ലാതെ പരസ്പര വിരുദ്ധമായ രീതിയിൽ ആ റൂമിൽ കയറിയിരുന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി വരുന്ന പോലെ, നിന്നെയാണല്ലോ ഇതിന് വിട്ടത്, സമാധാനമില്ല പോയി. അപ്പൊ എന്തൊക്കെയോ കിട്ടും, എവിടെയോ എന്തൊക്കെയോ നമ്മൾ നേടുന്നുണ്ട്. അപ്പൊ നമസ്കാരത്തിൽ ഇഹ്സാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബോധമാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് 2-3 എക്സാമ്പിളാ പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അസ്ർ നമസ്കരിക്കുമ്പോൾ ഈ ഒരു ബോധത്തിൽ നമ്മൾ എത്തണം. ഈ ഒരു ബോധമാണ് ഇഹ്സാൻ, മുഹ്സിൻ. അത് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ഉളുഹിയ ചെയ്യുമ്പോഴും, ഹജ്ജ് ചെയ്യുമ്പോഴും, നമസ്കരിക്കുമ്പോഴും, ഈവൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, ഖുർആൻ ഓതുമ്പോഴും എല്ലാം ഈ ഇഹ്സാൻ എന്നൊരു ബോധം ഉണ്ടെങ്കിൽ അവിടെ ഷിർക്ക് കടന്നു വരത്തില്ല. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഉറക്ക ഓതിയാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം എല്ലാം തഖ്വയിൽ അധിഷ്ഠിതമാണ്. വബശ്ശിരിൽ മുഹ്സിനീൻ, നബിയെ മുഹ്സിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. നോക്കിയേ, അപ്പൊ ഈ അള്ളാഹു നമ്മളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ചു, ബലികർമ്മം ചെയ്യിപ്പിച്ചു, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു ഈ 37 ആയത്ത് വരെ. അവസാനം പഠിച്ചോൻ കൊണ്ട് ആ ചർച്ച ക്ലോസ് ചെയ്ത് എങ്ങനെയാന്ന് നോക്കിയേ, നബിയെ മുഹ്സിനീങ്ങൾക്ക് എന്ത് ചെയ്യുക? സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ ജനലക്ഷങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പം മുഹ്സിനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുഹ്സിനായിട്ട് അവരുടേതാണ് സ്വീകരിച്ചത്. 100% അവർക്കാണ് 100 മാർക്കും കിട്ടിയത്. പിന്നെ മുഹ്സിൻ എന്ന അളവ് കുറഞ്ഞു പേടിപ്പിക്കുമല്ലോ കേട്ടോ പറഞ്ഞ്. നമുക്കൊരു പരിധി ഉണ്ടല്ലോ, എത്രത്തോളം നമുക്ക് എത്താൻ പറ്റും, നമ്മൾ മനുഷ്യരാണല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ച് പ്രതിഫലം കുറയും. അതിനൊരു ഹൈ പോയിന്റ് 100 മാർക്കുണ്ട്, 80 മാർക്കുണ്ട്, 70 മാർക്കുണ്ട്, 60 മാർക്കുണ്ട്. അങ്ങനെ നമസ്കാരം പോലും 100-ൽ 2 മാർക്ക് മേടിക്കുന്നവരും, 100-ൽ മുട്ട മേടിക്കുന്നവരും, 100-ൽ 50 മേടിക്കുന്നവരും, 100-ൽ 70 മേടിക്കുന്നവരും എല്ലാം ഉണ്ട്. ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ബലികർമ്മമാണെങ്കിലും എല്ലാം 100-ൽ മാർക്ക്, വൈവിധ്യമായ മാർക്കുകളാണ് ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്, മുഹ്സിൻ എന്ന് പറയുന്ന ആ മനോഭാവം എത്രത്തോളം വളർത്തിയെടുക്കാൻ പറ്റുന്നു അതിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുക. ക്ലിയർ? ഓക്കെയാ? 38 പഠിച്ചോൻ പറയുകയാണ്, ഇന്നല്ലാഹ, ഇതൊരു വലിയൊരു ആശ്വാസമാണ്. അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ഇരുമ്പോ, ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ 100% ഇഹ്സാനോട് കൂടിയായിരിക്കുന്നത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുദാഫിഉ അനില്ലദീന ആമനു, അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുന്നു. പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞാല് ഇത് അള്ളാഹുവിന്റെ സ്നേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് എല്ലാവർക്കും കൊടുത്തൊരു ഗുണമല്ല. ആരാണോ അള്ളാഹുവിനെ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തത് അവർക്ക് അള്ളാഹു ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട്. യുദാഫിഉ എന്ന് പറഞ്ഞാല് തടുക്കുന്നു എന്നാണ്, അപകടങ്ങളിൽ നിന്നും തടുക്കുന്നു എന്ന്. ആ അപകടങ്ങളിൽ നിന്നും തടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹുവിന്റെ ഈ പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്കെല്ലാം. അതൊരു നിരന്തരം ചലനാത്മകമായ ഒരു പ്രയോഗമാണ്. ചിലപ്പോൾ മലക്കുകൾ വഴിയൊക്കെ ആക്സിഡന്റുകളും അപകടങ്ങളും ഒക്കെ, വലിയ വലിയ വൻ അപകടങ്ങളിൽ നിന്നൊക്കെ പഠിച്ചത് നമ്മളെ എന്ത് ചെയ്യും? എടുത്തു മാറ്റി 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 വെക്കും. പിന്നെ ഈ യുദാഫി എന്ന് പറയുന്ന ഭൂമിയിലെ അപകടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈമാൻ സംരക്ഷണം, നമ്മുടെ ശരീര സംരക്ഷണം, അങ്ങനെ പലതും ഇതിനകത്ത് വരും. ചിലയിടത്ത് നമുക്ക് അപകടം സംഭവിക്കാം, പക്ഷെ അതിലൂടെ നമുക്ക് ഈമാൻ പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിരിക്കും തരുന്നത്. ഇപ്പൊ ഫലസ്തീനിലെ അക്രമം നടക്കുമ്പോൾ അവിടെ ഉള്ളൊരു മുഅ്മിനീങ്ങളായ ആളുകളാണെന്ന് വിചാരിക്കുക. അവരെ എന്തുകൊണ്ട് അള്ളാഹു ഇന്നല്ലാഹ യുദാഫിഉ തടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തടുക്കുന്നില്ല? അള്ളാഹ് അവരെ തടുക്കുന്നുണ്ട്. എങ്ങനെയാ തടുക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് അത്രയും വലിയ പ്രതിസന്ധി ഇട്ടു കൊടുത്തിട്ട് അവരുടെ ഈമാൻ പുറത്തെടുക്കാനുള്ള അവസരമാണ് ആ യുദാഫിഉ എന്ന് പറയുന്നത്. അവിടുത്തത് അവർക്ക് അത് മതി. ഷഹീദാവുന്നത് കൂടി, ഒന്നാമത്തെ തുള്ളി ബ്ലഡ് ഭൂമിയിൽ വീഴുന്നത് കൂടി ജനിച്ച എല്ലാ പാപങ്ങളും പുറത്ത് മരണത്തിന് ഒരു അല്പം പോലും വേദന ഇല്ലാതെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. അവരെ സംബന്ധിച്ച് അതാണ്
യുദാഫിഉ എല്ലാ പഠിച്ചവൻ അവർക്ക് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പാസ് കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചത് അങ്ങനെയാണോ? നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകണം. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളായ ആളുകൾക്കും അള്ളാഹു ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, ഹവ്വാനിങ്ങളെയും കഫൂറിങ്ങളെയും അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ല. ഇടയ്ക്ക് ആരോ ചോദിച്ചായിരുന്നു നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം എന്താണെന്ന്. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മൾ ജീവിതത്തിൽ ഹവ്വാനാകുക അല്ലെങ്കിൽ കഫൂർ ആകുക. എന്താണ് ഹവ്വാൻ എന്ന് പറഞ്ഞാൽ? ഹവ്വാൻ എന്ന് പറഞ്ഞാൽ ഖിയാനത്ത്, ഖിയാനത്ത് വഞ്ചിക്കുക, വഞ്ചന. നമ്മള് ഫേക്ക് ആകുക, നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുക, അള്ളാഹുവിനെ പറ്റിക്കുക. രണ്ട് രീതിയിലാണ് നമുക്ക് പറ്റിക്കാൻ പറ്റുന്നത്. ഒന്ന് അള്ളാഹുവിനെ പറ്റിക്കുക, എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ, അള്ളാഹുവിന് കൊടുക്കണമെന്നും കൊടുക്കാതെ ഞാൻ അള്ളാഹുവിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുക. രണ്ടാമത് ജനങ്ങളോട് വാങ്ങിച്ചാൽ കൊടുക്കാതിരിക്കുക, വാക്ക് വ്യത്യാസം കാണിക്കുക, രഹസ്യം സൂക്ഷിക്കാതിരിക്കുക, അമാനത്ത് ഏൽപ്പിച്ചത് അങ്ങനെ എല്ലാം പറ്റിക്കുക. എത്രയോ ആളുകളുണ്ട് ഖിയാനത്തിന്റെ ആളുകൾ, അവരൊരിക്കലും പടച്ചവന് ഇഷ്ടമില്ല. രണ്ടാമത് കഫൂർ, കഫൂർ എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങള്, അള്ളാഹുവിനെ നിഷേധിക്കുക. അതൊരിക്കലും മതത്തിന് പുറത്തുള്ള ചർച്ചയല്ല. ഈ OBC എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമത്തെ ആരൊക്കെയാണോ നിഷേധിക്കുന്നത് അവരെല്ലാം കഫൂറാണ്. ഇനി അള്ളാഹുവിന്റെ നിയമത്തെ ഒരാൾ അനുസരിച്ചിട്ട് അയാൾ ഹവ്വാനാണെങ്കിൽ, ഖിയാനത്തുണ്ടെങ്കിൽ അയാളെയും പഠിച്ചവൻ സ്നേഹിക്കത്തില്ല. അപ്പൊ നോക്കിയേ, അള്ളാഹു ഒരു മനുഷ്യനെ സെറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിൽ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഖിയാനത്തും മാറുമ്പോൾ ആ മനുഷ്യൻ എത്ര സുന്ദരമായിരിക്കും ഈ ലോകത്തോട്. അങ്ങനെയുള്ള ആളുകളോട് എത്രയോ ആളുകൾ വന്ന് ചേർന്നിരിക്കും, എത്രമായിട്ട് വിശ്വസിക്കും. എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും, കാരണം അയാൾ പറ്റിക്കില്ല. ക്യാഷ് വാങ്ങിച്ചാൽ കൊടുക്കും, അമാനത്ത് ഏൽപ്പിച്ചാൽ കൊടുക്കും, എന്തും ഓക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല ഗുഡ് അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെയാണ് ഖുർആൻ ശരിക്കും പഠിക്കുന്നതിലൂടെ ഉണ്ടാക്കി വിടുന്നത് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ പഠിച്ചവന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറെ ക്യാരക്ടർ ബേസ് ആയ സംഗതികള് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചേർന്നിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റില്ലേ? മാറ്റുവോ? മാറ്റും. അങ്ങനെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുക. ഇനി 39-ാമത്തെ ആയത്തില് പഠിച്ചവൻ നമ്മളെയും കൊണ്ട് മക്കയിലോട്ട് പോവുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടി, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അബൂജഹൽ അബൂലഹബിനൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുക. ചരിത്രം വീണ്ടും നമ്മളെ ബാക്ക്വേർഡ് അടിക്കുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു. ഇപ്പൊ മദീനത്താ നിൽക്കുന്നത്. ഹിജ്റ വന്ന് മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആയത്തിറങ്ങുവാണ്. ഉദിന ലില്ലദീന, അവർക്ക് പെർമിഷൻ നൽകി, യുഖാതലൂന, യുദ്ധം ചെയ്യാൻ. അപ്പൊ ഇതുവരെ മക്കയിൽ വെച്ച് മുശ്രിക്കുകള് ഉപദ്രവിച്ചപ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു പെർമിഷൻ പടച്ചവൻ കൊടുത്തിരുന്നില്ല. ഒരുപാട് സഹാബാക്കൾ അവരെ കൊന്നുകളയാം എന്നൊക്കെ പറഞ്ഞപ്പോഴും അള്ളാഹ് പെർമിഷൻ തന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു ചെയ്തത്. ഇവിടെ വന്നപ്പോ പടച്ചവൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അനുവാദം നൽകി. കാരണം എന്താണ്? ബി അന്നഹും ളുലിമു, അതാണ് അതിന്റെ കാരണം. യുദ്ധത്തിനുള്ള അനുവാദം കിട്ടാനുള്ള കാരണം തീർച്ചയായും അവർ ആക്രമിക്കപ്പെട്ടു. അല്ലാതെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് യുദ്ധം ചെയ്യുക, യുദ്ധത്തിനുള്ള പെർമിഷൻ നൽകുക എന്നുള്ള ഇസ്ലാമിൽ ആ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇന്ന് പല നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും പറയുന്നുണ്ട് ഇസ്ലാം വളർന്നത് തന്നെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ചാണ്. ഒരിക്കലുമല്ല. ഇങ്ങോട്ട് ആക്രമിച്ചു, നമ്മൾ ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രമുള്ള പ്രതിരോധമാണ് അവിടെ അള്ളാഹു യുദ്ധത്തിൽ നമുക്ക് ഓർഡർ തന്നത്. അത് പ്രതികാരം പോലും അല്ല, അടിച്ചമർത്തലല്ല. മക്കയിൽ നിന്നും പോയി മദീനത്തെത്തി അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് വെച്ചപ്പോ അവിടെയും എന്ത് ചെയ്തു? വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇവിടെ നാളെയും കൂട്ടിക്കൊണ്ട് പോയി. അതുകൊണ്ട് അങ്ങനെ ചൊറിയാൻ വേണ്ടി പോയപ്പോഴാണ് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ തിരിച്ചടിച്ചോളൂ. അപ്പോ ഇസ്ലാമില് യുദ്ധത്തിനുള്ള കൽപ്പന കിട്ടാനുള്ള കാരണം എന്താന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് കാരണം?
യുദ്ധത്തിനുള്ള പെർമിഷൻ കിട്ടാൻ കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നെങ്കിൽ, നമ്മൾ മറ്റൊരാളോട് എന്താണ് അടിപിടി കൂടുന്നെങ്കിൽ അവിടെ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് ആക്രമിക്കപ്പെടണം. നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് ഉപദ്രവം കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാം? തിരിച്ചയാളെ ആക്രമിക്കാം. അല്ലാതെ കയറി അങ്ങോട്ട് ആക്രമിക്കാനുള്ള ഒരു പെർമിഷൻ ഒരിക്കലും ഇസ്ലാമിൽ ഇല്ല. പക്ഷെ ഇന്ന് ലോകത്ത് അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ലോകത്ത് അങ്ങനെയല്ല ഇസ്ലാമിനെ പറ്റി പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആയത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായും അള്ളാഹുവിന് അവരെ സഹായിക്കാൻ കഴിവുള്ളതാണ്. ഇത് മദീനത്തുള്ള ആളുകള് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും സമാധാനപരമായിട്ട് പടച്ചോൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളെല്ലാരും എനിക്ക് സഹായിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൊടുത്തത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആമനു ഇന്നല്ലദീന ആമനു, മോളിൽ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് യുദാഫിഉ, പടച്ചവൻ പ്രതിരോധം തീർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അപ്പോ ആത്യന്തികമായ വിജയം മുഅ്മിനീങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന്, ആത്യന്തികമായ വിജയം മുഅ്മിനീങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന് പടച്ചവൻ നമ്മളോട് ചേർന്ന് നിന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുത്തിരിക്കുന്ന നമ്മളോടും പറയുന്നത് എന്താണ്? എന്റെ ആളുകൾ മാത്രമേ ലോകത്ത് വിജയിക്കുകയുള്ളൂ. നീ ഒരിക്കലും നിരാശപ്പെടേണ്ട, നീ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു എന്ന് പടച്ചവൻ നമ്മളോട് പറയുന്നു. 40 അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്നും അവരെ പുറത്താക്കി. ആരെയാ? മക്കാ നിവാസികളെ അവരുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. ബി ഗൈരി ഹക്കിൻ, ഒരു ന്യായവും ഇല്ലാതെ. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഇല്ല അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ഈ വിഷയം നമ്മൾ മുമ്പൊക്കെ കുറെ ചർച്ച ചെയ്താ. മക്കയില് ഒരു പ്രശ്നമില്ലായിരുന്നു, അൽ അമീൻ എന്ന പേരൊക്കെ ഉണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനൊക്കെ. പക്ഷേ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ്, മറ്റ് വിഗ്രഹങ്ങൾ ഒന്നും ഇല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ അതൊരു പുതിയ ആദർശമാണ്, അതൊരു പുതിയ സാമൂഹിക ക്രമമാണ്, അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാണ് പുറത്താക്കിയത്. ഇത് തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരില് ചില ആളുകളെ വീടുകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പള്ളി ക്ലിയർ അല്ല? എല്ലാവർക്കും ക്ലിയർ അല്ല എന്നാണോ? ആ കട്ടായി പോയ ഭാഗം പറ, അവിടുന്ന് പറയാം. എവിടെ? എന്നിട്ട് പറയാനില്ല. എവിടെയായിരുന്നു ഞാൻ? നിങ്ങൾ വോയിസ് കട്ടായ സ്ഥലം ഏതാ? ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പടച്ചോനെ, നിങ്ങൾ ഫസ്റ്റ് അതായത് അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹക്ക്, ഒരു ന്യായവും കൂടാതെ മക്കയെന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ. അത് കേട്ടായിരുന്നോ? അത് കേട്ടു. അവർ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതാണ് അവർ ചെയ്ത തെറ്റ്. ഈ ഒരു വിഷയം ആ ആ ഇതിന്റെ അകത്തുനിന്ന് ഒരു അകംവായന കിട്ടും നമുക്ക്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലും അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ്, മറ്റ് ഇലാഹുകളൊന്നും ഞങ്ങളുടെ റബ്ബല്ല. ഈവൻ ജാറം മക്ബറ ഷെയ്ഖന്മാര് പോലും അല്ല, അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കയിൽ നിന്ന് പുറത്തായതുപോലെ തന്നെ സ്വന്തം വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തായിട്ടുണ്ട്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, പള്ളി വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ താകൂത്തുകൾ എപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? താകൂത്ത് എന്ന് പറഞ്ഞാൽ എതിർ കക്ഷി, പിശാചിന്റെ കക്ഷിക്കാര് സംഘടിക്കുകയും നമ്മളെ പുറത്താക്കുകയും ചെയ്യും. അത് അങ്ങനെയാണ് അതിന്റെ ജീവിത ആ ഹിസ്റ്റോറിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചവന്റെ അടുത്തിരുന്ന് പഠിച്ചവൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്
ഞാനാണ് യഥാർത്ഥ റബ്ബ് എന്ന് നീ ഭൂമി പറഞ്ഞു നോക്ക്. അപ്പൊ തന്നെ അവിടെ നിനക്കെതിരെ ഒരുപാട് തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങളെ നീ എത്രത്തോളം അതിജീവിക്കുന്നോ അവിടെയാണ് നിന്റെ ഈമാൻ എന്ന് പറയുന്നത്. അവിടെയാണ് നിന്റെ ഈമാൻ എന്ന് പറയുന്നത്. ഇതാണ് പഠിച്ചവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോ യുദ്ധം നിയമമാക്കി കൊടുത്ത ആളുകളെ പറ്റി പഠിച്ചവൻ പറയുന്നത് എന്താണ്? മക്കയിൽ നിന്നും ഒരു കാരണമില്ലാതെ അവരെ പുറത്താക്കാനുള്ള കാരണം ഞാനാണ് റബ്ബ് എന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ്. എന്നിട്ട് പഠിച്ചവൻ പറയുന്നു, ഒരു വലിയ തത്വം പഠിപ്പിക്കുകയാണ്. വലൗല ദഫ്ഉല്ലാഹി നാസ ബഅ്ളുഹും ബിബഅ്ളിൻ, ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞില്ലായിരുന്നു എങ്കിൽ ലഹുദ്ദിമത്, തകർക്കപ്പെട്ടു പോയേനെ, സവാമിഉ, മഠങ്ങൾ, വ ബിയഉൻ, ചർച്ചുകൾ, വ സലവാത്തുൻ, സിനഗോഗുകൾ, വ മസാജിദുൻ, പള്ളികൾ. എങ്ങനത്തെ പള്ളിയാണ്? യൂദ്കറു ഫീഹി ഇസ്മുല്ലാഹ് കസീറ, അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന പള്ളികൾ. ഇതെല്ലാം തകർക്കപ്പെട്ടു പോയേനെ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആർക്കെങ്കിലും വല്ല പിടുത്തം കിട്ടിയോ? പറഞ്ഞോളൂ. കിട്ടിയില്ല. ഈ ആയത്തിന്റെ ഒരു പോർഷൻ പറഞ്ഞത് അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ന്യായമായ കാരണം കൂടാതെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി, ആ പുറത്താക്കിയ ആളുകൾക്കാണ് ഞാൻ യുദ്ധത്തിന് അനുവാദം കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അവരനുഭവിച്ചത് അനീതിയാണോ നീതിയാണോ? അനീതി അനീതിയാണ്. അപ്പൊ ന്യായം കൂടാതെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് അനീതിയാണ് എപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്, ആ മക്കാര്. ഇനി ആരാണോ ലോകത്ത് അങ്ങനെ ന്യായം കൂടാതെ ആക്രമിക്കപ്പെടുന്നത് അവരെല്ലാം അനുഭവിക്കുന്നത് അനീതിയാണ്. ഈവൻ ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നത് അനീതിയാണ്. പഠിച്ചവൻ പറയാണ്, ഇങ്ങനെ അനീതി തുടരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ ആയത്ത് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ അഗ്നിനാളം കത്തിപ്പെടട്ടെ. കാരണം അള്ളാഹ് നമ്മളോട് പറയുവാണ്, ഇങ്ങനെ ലോകത്ത് ഒരു വിഭാഗം ജനങ്ങൾ എപ്പോഴും മറ്റൊരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്താൻ ഞാൻ അനുവദിക്കത്തേയില്ല, ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. വലൗല, ഇനി കേട്ടോണം, വലൗല ദഫ്ഉല്ലാഹി നാസ, അള്ളാഹു തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ബഅ്ളഹും ബിബഅ്ളിൻ, ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അനീതി നടത്തുന്ന ആളുകളെ, അനീതി ചെയ്യുന്ന ആളുകളെ വേറെ ചിലരെ കൊണ്ട് ഒതുക്കി നിർത്തിയില്ലായിരുന്നെങ്കിൽ അനീതി ചെയ്യുന്നവർ ലോകത്തെ ഏകാധിപതികളായി മാറും. ഏകാധിപതികളായി മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം ലഹുദ്ദിമത്, നശിപ്പിക്കപ്പെടും. എന്തൊക്കെയാണ് നശിപ്പിക്കുന്നത്? 4 കാര്യങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത്. ഒന്ന് സവാമി, മഠങ്ങൾ, സന്യാസി മഠങ്ങൾ. 2 ബിയ, ചർച്ചുകൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ. വ സലവാത്ത്, യഹൂദന്മാരുടെ സിനഗോഗുകൾ, യഹൂദന്മാരുടെ ചർച്ചുകൾ. വ മസാജിദുൻ, അള്ളാഹുവിന്റെ പള്ളികള്. ഈ 4 കാര്യങ്ങളും തകർക്കപ്പെട്ടു പോകും. അതെന്താണെന്ന് അറിയാമോ? ഇതൊരു ചെറിയ സാധനമല്ല. ഈ 4 സാധനങ്ങളിൽ ഊന്നിയാണ് ഇന്ന് ലോകത്തെ പ്രബല മതങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സന്യാസികള്, അതായത് ദൈവവിശ്വാസമാണ്, പക്ഷെ സന്യാസി വിശ്വാസം എന്ന് പറയുന്നത് ഏകമായി വിജനമായ സ്ഥലത്തോ കാടിന്റെ അകത്തോ മലയുടെ മുകളിലോ കയറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് സന്യാസി എന്നുകൊണ്ട്. ചെതൽപുറ്റിനകത്ത് കയറിയിരിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് സവാമി എന്ന് പറഞ്ഞാല് സാമൂഹ്യമായ ദൈവാരാധനയാണ്. അത് ചർച്ചുകളാണ്. ക്രൈസ്തവർ എപ്പോഴും പെരുന്നാൾ പോലെ സമൂഹമായിട്ടാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പിന്നെ സവാമിയാണ് സന്യാസി മഠം, ബിയ ആണ് സാമൂഹ്യമായിട്ട്. സലവാത്ത് എന്ന് പറയുന്നത് നമസ്കാരം എന്ന വാക്കിന്റെ ബഹുവചനമാണ്. അതായത് ജൂതന്മാര് അവരുടെ സിനഗോഗുകളിൽ പ്രാർത്ഥനകളിൽ കൂടിയാണ് ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്. ജൂതന്മാരുടെ അടുത്ത് നോക്കി, അവരെപ്പോഴും ഖുറാനോത്ത് പോലത്തെ ഒരു പ്രത്യേക തരം പ്രാർത്ഥനകളായിരിക്കും, അതിനകത്ത് നമസ്കാരം പോലത്തെ ഒക്കെ ഉണ്ട്. പിന്നെ മുസ്ലിമീങ്ങള് മസാജിദുൻ, പള്ളികളാണ്. മസാജിദ് എന്ന് പറയുന്നതിനകത്ത് സ എന്നൊരു വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. മസ്ജിദ് എന്ന് പറയുന്ന പർപ്പസ് തന്നെ എന്താണ്?
സുജൂദ് ചെയ്യുന്ന സ്ഥലം. അവിടെയാണ് യദ്കുറു ഫീഹ സ്മരിക്കുന്നത്. ആരെ? ഇസ്മുല്ലാഹി കസീറ, ധാരാളം അള്ളാഹുവിന്റെ നാമങ്ങൾ. അപ്പോ നമസ്കാരത്തിലൂടെ പോലും നമ്മൾക്ക് ഓർമ്മ വരേണ്ടത് അള്ളാഹുവിനെയാണെന്ന് അതിന്റെ ഇടയിലും പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ നമസ്കാരത്തിൽ അള്ളാഹുവിന് ഓർമ്മ വരുന്നില്ല പല ആളുകൾക്കും. നമസ്കാരത്തിന്റെ ലക്ഷ്യം പോലും അള്ളാഹുവിന് ഓർമ്മ വെക്കലാണ്. അത് വേറൊരു വിഷയമാണ്, പോട്ടെ. ഈ ആയത്ത് പറയുന്നത് എന്താ? ഇപ്പോ നമ്മുടെ ഫലസ്തീനിലെ ഇസ്രയേല് കയറി അടിക്കുവാണ്. ഫലസ്തീനെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇസ്രയേലിന്റെ അണ്ടറിൽ വരണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കുന്നു. ഫലസ്തീനെ കണ്ടമാനം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ബാലൻസിങ് നഷ്ടപ്പെടും. അതായത് അവര് ഫലസ്തീനെ പിടിക്കുക, അത് കഴിഞ്ഞ് വേറെ ഗൾഫ് രാഷ്ട്രങ്ങളെ പിടിച്ച് ലോകത്തെ ഏറ്റവും വലിയ അധികാരവർഗം അവരായി മാറും. അങ്ങനെ ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ആകുന്നു. ആരും എന്നെ മിണ്ടാത്തെ? ഉറക്കമാണോ? അള്ളാഹു സംരക്ഷിക്കും. പക്ഷെ ഇത് ലോകത്തെ ചർച്ച എന്ന് പറയുന്നത് അവരിങ്ങനെ കേറി വരുമെന്ന്. ഇപ്പൊ അമേരിക്ക ലോകത്തെ ഏറ്റവും വമ്പൻ രാഷ്ട്രമാണ്. എല്ലാ സൈന്യത്തിലാണെങ്കിലും വെപ്പൻസിലാണെങ്കിലും സാങ്കേതിക വിദ്യ ആണെങ്കിലൊക്കെ അവരാണ് മികച്ചു നിൽക്കുന്നത്. അപ്പോ ഈ നാറ്റോ എന്ന് പറയുന്ന സഖ്യം അടങ്ങുന്ന ഈ അമേരിക്കക്ക് ആരുടേതും ഒന്നുമല്ല, തന്നിഷ്ടം നടപ്പിലാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് ഒരുപാട് ആളുകൾ ധരിക്കുന്നുണ്ട്, ഇസ്രായേലും അമേരിക്കയും കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാല്. പക്ഷെ ഇവിടെ നമ്മള് ഒരു ഹിസ്റ്റോറിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം, ചരിത്രത്തിൽ നിന്നുള്ളൊരു തത്വം. അതാണ് പഠിച്ചവനോട് പറയുന്നത്, ഒരിക്കലും അത് സാധിക്കത്തില്ല. നമ്മുടെ തലമുറയെ കണ്ടില്ലെങ്കിൽ പോലും അള്ളാഹു ഒരു വിഭാഗം ജനങ്ങളെ എപ്പോഴും മറുവിഭാഗം ജനങ്ങൾക്ക് അടിച്ചമർത്തുന്ന ഒരു സിസ്റ്റം അത് ഭൂമിയിൽ കൊണ്ടാടാൻ സമ്മതിക്കില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒന്നാം ലോക മഹായുദ്ധം 1914 പൊട്ടിപ്പുറപ്പെട്ടു. അതിനുശേഷം ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യം അതീവ ദാരിദ്ര്യ അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ 1933 ഭരണ ഇതിൽ വരുന്നത്. അയാള് കഷ്ടപ്പെട്ടിട്ട് ആ രാജ്യത്തെ വീണ്ടും പടുത്തുയർത്തി 1939 ആവുമ്പോഴേക്കും ഒരു വൻ ശക്തിയായി ജർമ്മനി മാറി. ഈ ഹിറ്റ്ലറിന്റെ ഉള്ളിലെ ഒരു ചിന്തയാണ് ലോകം മുഴുവനും എനിക്ക് വെട്ടിപ്പിടിച്ച് ഭരണാധികാരി ആവണം എന്ന് വെച്ചാൽ വൺ സൈഡ് എല്ലാത്തിനെയും തകർത്തുകൊണ്ടാകണം. ഇവിടെ പടച്ചവൻ പറഞ്ഞതിനെതിരെ പടച്ചവൻ പറഞ്ഞ എന്താണ്? ഒരു ബാളിന് മറ്റൊരു ബാളിനെ അടിച്ചമർത്താൻ, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനെ അടിച്ചമർത്താൻ കഴിയില്ല. അങ്ങനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ അവിടുത്തെ മത ആചാരം അതിലേക്കൊക്കെ വരാം. അവിടുത്തെ മതവുമായി ബന്ധപ്പെട്ട എല്ലാം തകർന്ന് അടിഞ്ഞു പോകുന്ന പടച്ചവൻ പറഞ്ഞു. ഇവിടെ ഹിറ്റ്ലർ ചിന്തിക്കുന്ന നേരെ തിരിച്ചാണ്, എനിക്ക് ലോകം മൊത്തം കീഴ്പ്പെടുത്തണം. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? 1939 ആയപ്പോഴേക്കും ഇംഗ്ലണ്ടിനോട് അയാള് പോരാടി, പോളണ്ടിനോട്. അങ്ങനെ പോളണ്ടിനെ അടിച്ചമർത്തിയപ്പോ പിന്നെ വേറെ കുറെ രാജ്യങ്ങൾ, അതുകൊണ്ട് നെതർലാൻഡ് പോലെ എല്ലാത്തിനെയും പിടിച്ച് 43 ആയപ്പോഴേക്കും ജർമ്മനി എന്ന് പറയുന്നത് ഒരു വമ്പൻ സംഭവം മാറി ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപത്യ രാഷ്ട്രമായി മാറാൻ വേണ്ടി പോവുക. അപ്പം ഇത് 1933 മുതൽ തുടങ്ങിയ പീഡനമാണ്. ഈ 33-45 ഇടയ്ക്കുള്ള 7, 5, 12 വർഷ കാലഘട്ടം അന്നത്തെ ആളുകൾ എവിടെ നീതി? എന്തുകൊണ്ടാണ് ഒരു രാജ്യം ഇങ്ങനെ ക്രൂരമായ കൊലപാതകം ചെയ്തത്? ഇപ്പോ ഈ ഫലസ്തീനെ ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഒരു 2-3 വർഷം. എന്നാൽ ഇവിടെ ഒരു 9 വർഷമായിട്ട് ജൂതന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാല് 6 ബില്യൺ 60 ലക്ഷം ജൂതന്മാരെ ഇയാൾ കൊന്നു കളഞ്ഞു. ജൂതന്മാരെല്ലാം ജർമ്മനിയിൽ നിന്ന് അവരെ 2ാം കിട പൗരനാക്കുകയും ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അവർക്ക് അവരുമായി വിവാഹാലോചനയോ അവർക്ക് കട തുടങ്ങാനുള്ള സെറ്റപ്പോ ഒന്നും കൊടുക്കാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടിട്ട് ഒരു സിസ്റ്റം അയാള് ലോകത്ത് തുടർന്നു. പറയുന്നത് വിശ്വാസികളല്ല എങ്കിൽ പോലും ജൂതന്മാരോടുള്ള കടുത്ത വെറുപ്പ് ലോകത്ത് സ്പ്രെഡ് ആക്കുകയും
അടിച്ചമർത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 1943 ആയപ്പോഴേക്കും അള്ളാഹുവിന്റെ അടുത്ത ഇടപെടലാണ് എന്താ, ഈ ജർമ്മനി പോയി നേരെ റഷ്യനെ ചൊറിയാൻ പോവാ. റഷ്യനെ ചൊറിയാൻ വേണ്ടി പോകുമ്പോൾ റഷ്യയിലോട്ട് കയറിയപ്പം പഴയ വഴി നടന്നില്ല. കാരണം റഷ്യയിലെ കാലാവസ്ഥ തണുപ്പ് ഒക്കെ വന്നപ്പോൾ ജർമ്മനി ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് റഷ്യ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചു, മറു സൈഡിൽ നിന്ന് അമേരിക്കയും ബ്രിട്ടനും ആക്രമിച്ചു. അങ്ങനെ ഒരു 1947 കൂടി ഈ ഹിറ്റ്ലർ ബങ്കറിൽ ആത്മഹത്യ ചെയ്യുകയും ജർമ്മനി ഇല്ലാണ്ടായി പോവുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഫിർഔനെ എടുത്തു നോക്കിയോ, ഖുർആൻ പറയുന്ന ഫിർഔന്റെ ഫറോവ എന്തായിരുന്നു? ബനു ഇസ്രായേലിനെ കൂട്ടക്കൊല ചെയ്ത് 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 യൂസുഫ് നബി ഇസ്ലാമിന്റെ കാലശേഷം അവിടുന്ന് തുടങ്ങിയ ഫറോവ ഒന്നാമൻ രണ്ടാമൻ ഇങ്ങനെ വന്ന് 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 അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുകയും കുട്ടികളെ കൊന്നുകളയുകയും ചെയ്തുകൊണ്ടിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ വൺ സൈഡ് ആക്രമണം വേണ്ട. അങ്ങനെ വൺ സൈഡ് ആക്രമണം നടന്നുകൊണ്ടിരുന്നാൽ ലോകത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പഠിച്ചവൻ മുക്കിക്കളഞ്ഞു. അതുപോലെ തന്നെയാണ് മറ്റേ ഹാമാൻ, നമ്രൂദ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഇസ്രയേലും അമേരിക്കയും ഇത് തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിൽ ഇത് കാണണമെന്നില്ല. അതിന് പടച്ചവൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഇതിനെ തുടച്ച് നീക്കിക്കളയും. കാരണം അത് വന്നൊരു ശക്തി വേറെ വരും. ഇപ്പൊ തന്നെ ഇവിടെ ഫലസ്തീനെ ഇത്രയും ആക്രമിച്ചപ്പോ ഇറാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇടയിൽ വന്ന് ചാടി. ഇറാനിൽ ശരിക്കും പറഞ്ഞാല് മുസ്ലിമീങ്ങളല്ല, അവിടെ ഷിയാക്കളാണ് കൂടുതലും. നമുക്ക് ആദർശപരമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ ഇറാൻ ഇപ്പൊ വന്ന് ഇസ്രായേലുമായിട്ട് അമേരിക്കയായിട്ടും പോരാടിക്കൊണ്ടിരിക്കുക. അതും അള്ളാഹുവിന്റെ സുന്നത്താ. എന്താ? പലസ്തീനികളെ ആക്രമിച്ച മതി, ബഅലിനെ ബഅലു കൊണ്ട്. അപ്പൊ നമ്മള് ഇറാൻ എന്തിനു വന്നു, ഇറാന്റെ ലക്ഷ്യം എന്ത്, ഇതൊന്നും അല്ല ഇവിടെ ചർച്ചയാക്കുന്നത്. അതൊക്കെ വേറെ വിഷയമാണ്. ഒരു ബഅല് ഒരു പരിധി കൂടുതൽ വേറൊരാളെ ആക്രമിക്കുമ്പം അടുത്ത ബഅലിനെ അവിടെ കൊണ്ടുവരും. അതാണ് ആ കാണുന്നത്. ഇനി നമുക്ക് ആ ആയത്തൊന്ന് നോക്കാം. വലൗല ദഫ്ഉല്ലാഹി, അള്ളാഹ് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ജനങ്ങളെ, ബഅലഹും ബിബഅലിൻ, ഒരു വിഭാഗത്തെ മറുവിഭാഗം കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇവിടം വരെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇവിടം വരെയാണ് പറഞ്ഞത്. ഇനി തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ലഹുദ്ദിമത്, തകർക്കപ്പെട്ടേനെ. എന്ത്? സവാമിഉ, സന്യാസമഠങ്ങൾ. എന്ന് വെച്ചാൽ ഒരു സന്യാസികൾക്ക് എതിരായ ആളുകളാണ് ഇവിടുത്തെ ഏകാധിപതിയാകുന്നതെങ്കിൽ ഇവിടുത്തെ സവാമികൾ, സന്യാസമഠങ്ങൾ, അത്തരത്തിലുള്ള ഒരു ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട സന്യാസികമായ ആ തത്വചിന്താ ദാർശനികതകളെല്ലാം ഈ ലോകത്തിന് പിഴുതെറിയപ്പെട്ടേനെ. അള്ളാഹ് പറയും അത് വേണ്ട. കണ്ടോ ഖുർആന്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് കണ്ടോ? ഇസ്ലാമോഫോബിയ അവതരിപ്പിക്കുന്ന ഇച്ചിരി കട്ടിയുള്ള വിഷയം തോന്നല്ലേ, എന്നാലും സിമ്പിളാക്കിയാ പറയുന്നത്. ഇസ്ലാമോഫോബിയ ആണ്, ഇസ്ലാമാണ് ലോകത്ത് വരേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. കണ്ടവരെ ഹാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കഴുത്ത് വെട്ടാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇസ്ലാമിക വിമർശകർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നോക്കിയേ, പടച്ചവൻ തന്നെ പറഞ്ഞ എന്താണ്? ലോകത്ത് ഒരു വിഭാഗം ആളുകൾക്കെതിരെ വളർന്നു വന്നാൽ ആദ്യം തകർക്കപ്പെടുന്ന എന്താണ്? സന്യാസ മഠങ്ങൾ. അത് ശരിക്കും ഇസ്ലാമിനെതിരെയുള്ളല്ലേ? സന്യാസ മഠങ്ങള്. അതെ. അപ്പൊ അത് തകർന്നെങ്കിൽ പഠിച്ചവൻ എന്താ വിഷയം? അത് തകർന്നെങ്കിൽ അത് ശിർക്ക് തന്നെയല്ലേ? പക്ഷെ ഖുർആൻ പറയുന്നത് കണ്ടോ, അത് തകരാൻ പാടില്ല. അതിനെതിരെയുള്ള ആളുകളാണ് ഇവിടുത്തെ ഏകാധിപതിയായിട്ട് വരുന്നതെങ്കിൽ മറുവിഭാഗത്തിന്റെ ആരാധനാലയത്തെ എടുത്ത് വലിച്ചെറിയും. അപ്പൊ തടഞ്ഞത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സന്യാസ മഠങ്ങളല്ലേ സംരക്ഷിക്കപ്പെടുന്നേ? അനീതി ഇല്ലാതെ ഒരു ഭാഗത്ത് അനീതി ഇങ്ങനെ കൊണ്ടുവരുമ്പം മറുഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ പോലും എടുത്ത് വലിച്ചെറിയുമെന്നാണല്ലോ ആ സവാമി പോകുന്നു പറയുന്നത്. അങ്ങനെ പോകാൻ പാടില്ലാന്ന്. അങ്ങനെ പോകാൻ പാടില്ല. ആ സവാമിങ്ങൾ സംരക്ഷിക്കപ്പെടണം. സന്യാസ മഠങ്ങൾ അവരവരുടെ ആരാധനയായിട്ട് പൊയ്ക്കോട്ടെ.
അവരവരുടെ ആരാധനയായിട്ട് പൊയ്ക്കോട്ടെ, ഒരിക്കലും അതിൽ പോയി കൈകടത്തി അവരെ തുടച്ചു നീക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ ബിയ ഉൻ ചർച്ചുകൾ. ഇനി വേറൊരു സന്യാസികളാണ് ലോകത്തെ ഏകാധിപതിയായിട്ട് വരുന്നതെങ്കിൽ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ പാടില്ല. അവരുടെ ബിയകൾ ചർച്ചുകൾ സംരക്ഷിക്കപ്പെടണം. കാരണം അത് അവരുടെ റൈറ്റ്സ് ആണ്, അവരുടെ അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വേണം. അതുപോലെ സ്ഥലവാത്ത് ജൂതന്മാരെ തുടച്ചു നീക്കാൻ പാടില്ല. 60 ലക്ഷം ജൂതന്മാരെയും അവരുടെ 10,000-കണക്കിന് സിനഗോഗുകളും ആരാണ് തകർത്തത്? ഹിറ്റ്ലർ തകർത്തു. അത് പറ്റില്ല എന്നാ പടച്ചോൻ പറയുന്നത്. അതുകൊണ്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത്? റഷ്യനെ വിട്ടിട്ട് ഹിറ്റ്ലറിനെ ആത്മഹത്യ ചെയ്ത് നശിപ്പിച്ച് കളയുന്നത്. ജൂതന്മാരുടെ സ്വഭാവം എന്താണ്? യെസ്, ഒരാൾ ചോദിക്കാവോ? ഒരാള് രണ്ടുപേരും കൂടെ ക്ലാഷ് ആയിപ്പോയി. തസ്നി പറ. ദൈവത്തിന് പുത്രൻ ഉണ്ടെന്ന് പറയുന്നതും വ്യത്യസ്തമായ ദൈവിക ദർശനങ്ങളും വ്യത്യസ്തമായ ദൈവിക ദർശനങ്ങളും എല്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. അവന്റെ മുമ്പിൽ ഹിദായത്തിന്റെ മാർഗം കൃത്യമായി കാണിക്കുകയും പ്രവാചകന്മാരെ വിടുകയും ഖുർആൻ അവതരിപ്പിക്കുകയും എല്ലാം പടച്ചവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തി നിർബന്ധമായി നീ ഇസ്ലാമിലേക്ക് വരണം എന്നൊരു സിസ്റ്റം ഇസ്ലാമിലില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. ബലപ്പെടുത്തി വലിച്ചോണ്ട് ശാരീരികമായ ഒരു വലി നടത്തുന്നില്ല, മറിച്ച് ബൗദ്ധികമായ വലിയാണ്. തോട്ടുകൾ, ചിന്തകൾ, ആയാത്തുകൾ അവതരിപ്പിച്ചിട്ട് അഫലാ തഅഖിലൂൻ അഫലാ യതദബ്ബറൂൻ, നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അതിനുവേണ്ടിയ ഖണ്ഡന മണ്ഡനങ്ങളും സംവാദങ്ങളും നടത്തി അവരുടെ ദൈവിക തിയറികൾ തെറ്റാണ്. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരുന്നത്. അതും അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഒന്നുമില്ല. അതാണ് ഇസ്ലാമിന്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അതിനോട് സപ്പോർട്ട് ചെയ്യാണ് പടച്ചവൻ ഇവിടെ പറഞ്ഞത്, എല്ലാ മതക്കാർക്കും അവരവരുടെ ദൈവികമായ സ്വാതന്ത്ര്യം ഉണ്ട്. അത് തെറ്റാണെന്ന് അള്ളാഹ്ക്കറിയാം, വിശ്വാസികൾക്കറിയാം. പക്ഷേ അതിനെ ഒരിക്കലും പോയി എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരു വിഭാഗം ആളുകൾ പോയി തകർത്ത് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡേ. നാളെ ഇവിടെ ക്ലാസ്സില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും അവരവരുടെ മത സ്വാതന്ത്ര്യമുണ്ട്. അതെന്ത് ചെയ്യണം? അതവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അതൊരിക്കലും മറ്റൊരു വിഭാഗത്തിനെ കയറി കൈകടത്താൻ പാടില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള മതം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടതും അള്ളാഹിനെ തന്നെയാണ്. ആ അള്ളാഹു തന്നെയാണ് ഈ വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കി, ഇസ്ലാം എത്രത്തോളം വിശാലമാണ്. ഒന്നും കൂടെ പറയാം, വലൗല ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ. ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തെ അള്ളാഹു തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അതിക്രമം ചെയ്യുന്നവരെ വേറെ വിഭാഗത്തെ കൊണ്ട് അവരുടെ അതിക്രമം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അതിക്രമം ചെയ്യുന്നവർ അവർക്ക് ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള ആദർശം ഏതാണോ അത് നടപ്പിൽ വരുത്തുന്നു. മനസ്സിലായോ? മനസ്സിലായി? അങ്ങനെ നടപ്പിൽ വരുത്തി ചോദിച്ചു. അതെ, ഇത് തന്നെ. തീർച്ചയായിട്ടും. കാരണം കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് വേറെ കാര്യമുണ്ട്. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഫർസാന ചോദിച്ച നമ്മുടെ ജാറം അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ഇത് തന്നെയാണ് എപ്പോഴും. തീർച്ചയായിട്ടും.
അതെ. ഉം. അതാണ് അതിന്റെ പോയിന്റ്. ആ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അത് വായിച്ചെടുക്കാനുള്ള ആയാത്തുകളുമാണ് നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അതിനെ എങ്ങനെ നീ മനസ്സിലാക്കുന്നതാണ് പഠിച്ചോന്ന് നോക്കുന്നത്. അല്ലാതെ ഇവിടെ ആർക്കും അള്ളാഹുവിന് ആരെയും വലിച്ചോണ്ട് വരികയേ വേണ്ട. പക്ഷെ കാര്യങ്ങൾ പറയണം. കാര്യങ്ങൾ പറയുന്നതിന് പോലും അതിൻ്റെതായ റൂട്ടുണ്ട്. അവർക്ക് സൗകര്യമില്ലേ വരാൻ. അസ്സലാമു അലൈക്കും. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന, സൂറത്തുൽ ഫുർഖാനിൽ പറയും ജാഹിലീങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് എന്താ? വിവരമില്ലാത്ത ഒരാൾ നമ്മളെ എതിർക്കുവാണ്, നമ്മൾ പറയുന്നത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ്. അയാള് നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ അയാൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളോട് എന്താണ്? വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അസ്സലാമു അലൈക്കും. എമ്പക്കോട്ടെ. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പം ഈ ഒരു മതസ്വാതന്ത്ര്യം ആണ് ആദ്യം പറഞ്ഞ സവാമിയുക്ക് സന്യാസ മഠങ്ങൾ, രണ്ടാമത്തെ ബിയ ക്രൈസ്തവ ദേവാലയങ്ങൾ, മൂന്നാമത്തെ സലവാത്ത് ജൂത സിനഗോഗുകൾ, നാലാമതാണ് പടച്ചവൻ പറഞ്ഞത് വ മസാജിദു യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ. അവിടെ മസാജിദ് എന്ന് മാത്രം പറഞ്ഞു ഒതുക്കാതെ പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കണം. യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ എന്നൊരു വാക്ക് ആഡ് ചെയ്തു. എന്താണ് ഈ പറയുന്ന ഇവിടെ എത്ര ചോദിച്ചു? അങ്ങനെ ചാടിക്കറി സലാം പറയണ്ട. ഒരു എക്സാമ്പിൾ ഫർസീന ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഏത് വിഷയത്തിലാ, ഏത് കാര്യത്തിലാണ് അവരോട് പറയണം ഇങ്ങനെ ഒരു സംഗതി ദീനിൽ ഇല്ല. ദീനിൽ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അവിടുത്തെ സഹാബത്തിന്റെ ചര്യയൊക്കെ വെച്ചാ. നമ്മൾ അത് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കാണുന്നില്ല. അത് കാണാത്ത സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സംഗതി പുതുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം പോലും നമുക്ക് കുടിക്കാൻ കഴിയില്ല. കാരണം ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ കുറെ മലക്കുകൾ വന്ന് കയ്യെ കയറി പിടിക്കുന്നുണ്ട്. അപ്പൊ നബി ചോദിക്കും, എന്തിനാണ് ഇവരുടെ കയ്യെ കയറി പിടിക്കുന്നത്, എന്റെ ഉമ്മത്തല്ലേന്ന്. അപ്പൊ പറയും, നബിയെ അല്ല, നിങ്ങൾക്ക് ശേഷം നിങ്ങൾ ലോകത്ത് മതം പഠിപ്പിച്ചതിന് ശേഷം ഇവര് നിങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെയാ ഫർസീന. മാഷാ അല്ലാ, ബാറക്കല്ലാ. ഈ ആദ്യം ചോദ്യത്തിന്റെ ആ പർപ്പസ് ആണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. മതപരമായ കാര്യമുണ്ട്, മതപരമല്ലാത്ത കാര്യമുണ്ട്. മതപരമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് മതപരമാക്കി മാറ്റാം, അതിനകത്ത് നീയത്തിൽ അധിഷ്ഠിതമായിട്ട്. നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുണ്യം വാങ്ങുന്ന കാര്യമാണ്. ഖുർആൻ ഓതുക, യാസീൻ ഓതുക, ബദരീങ്ങൾക്ക് വേണ്ടി ഓതുക എന്നത്. മതത്തിൽ ഒരു കാര്യത്തിൽ പുണ്യമുണ്ട്, അതിന് എത്ര അളവാണ് അതിന്റെ പുണ്യമെന്ന് പഠിപ്പിക്കേണ്ട വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സംഗതിയെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിന്റെ ബേസിക് ഫാക്ട് എന്ന് പറയുന്നത്, പുണ്യവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് ഏത് വിഷയത്തിലും ഈ രീതി കണ്ടിക്കാൻ പറ്റും.
തെളിവാണ് ചോദിക്കേണ്ടത്. വമാ ആതാക്കുമുർ റസൂലു, റസൂൽ എന്താണോ കൊണ്ടുവന്നത് ഫഹുദുഹു, അതിനെ നിങ്ങൾ എടുക്കുക. അപ്പൊ ഇത് ഞാൻ ഈ യാസീനോദൽ ഞാൻ എടുക്കണമെങ്കിൽ ഏത് സഹാബിയാണ് അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ ഈവൻ 4 ഇമാമിയങ്ങൾ പോലും, അവർ പിൻപറ്റുന്ന മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലും ആരിലും ഉണ്ടെങ്കിൽ ഓക്കെയാ, നോക്കിയില്ല. അപ്പൊ അത് ഇല്ലാത്തടത്തോളം കാലം അത് നബി പഠിപ്പിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോകാം. ഞാൻ ഉത്തരം പറയാവേ. ഇവിടെ അവരോട് തർക്കിക്കാൻ നിൽക്കുവോ, അവരെ ആക്ഷേപിക്കാൻ നിൽക്കുവോ, പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുകയോ വേണ്ട. കാരണം മാതാപിതാക്കളുടെ വിഷയത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ സൂറത്ത് ലുക്മാനിൽ പറയുന്നത് സാഹിബുഹുമ മഅറൂഫ എന്ന, ഏറ്റവും മാന്യമായി അവരോട് പെരുമാറുക. ലക്കും ദീനിക്കും വലിയ നേരത്തെ പറഞ്ഞോളെ, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, എനിക്കിത് ആപ്റ്റായിട്ട് തോന്നുന്നില്ല, സോ ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്. ഞാൻ ഖുർആൻ ഹദീസാണ് എന്റെ മാർഗം. അപ്പൊ ആ ഒരു കോമൺ തത്വത്തിൽ നല്ല സൗഹൃദത്തോടെ പോകാൻ പറ്റും, വേണം കണ്ട. പിന്നെ പറഞ്ഞത് ഇന്ന് പലതും ചെയ്യുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ പലതും ചെയ്യുന്നില്ലേ, അത് ലോകം മാറുന്നതനുസരിച്ച്, സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ ജീവിതം അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അന്നത്തെ കാലത്ത് ഒട്ടകത്തിലും കുതിരപ്പുറത്തും യാത്ര ചെയ്തവർക്ക് ഇന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്യാൻ കഴിയില്ല. മണ്ടൻ എന്ന് വിളിക്കും, മണ്ടൻ എന്ന്. കാരണം എന്താ, ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇന്ന് നമുക്ക് മോട്ടോർ വാഹനങ്ങളുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണോ? ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ മതത്തിൽ എന്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം എന്ന് പറയുമ്പോൾ പുണ്യം ഉണ്ട് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി ഇന്നേ ദിവസം എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക, ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക, ഷാർജ ഷേക്ക് കുടിക്കുക, ബിരിയാണി തിന്നുക, മന്തി തിന്നുക, അന്നത്തെ കാലത്ത് ഇല്ലാത്ത കേസ് ഞാൻ പറയുന്നത്, ഡ്രസ് കോഡ് മാറുക, ഇങ്ങനെയുള്ള കേസൊന്നും ഇത് തിന്നാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് തിന്നണം, പുണ്യമുണ്ട് പുണ്യമില്ല, അതൊന്നും പഠിപ്പിച്ചില്ല. അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ഒരേ ഒരു സംഗതി ശ്രദ്ധിച്ചാൽ മതി. ജൂത നസാറാക്കളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരുടെ കൾച്ചറുകളെ നമ്മൾ പിൻപറ്റരുത് എന്ന് മാത്രമേ അതിൽ കൽപ്പനയുള്ളൂ. അപ്പോ വാഹനത്തിൽ കയറുക എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് തോൽ സഞ്ചിയിൽ വെള്ളം കുടിക്കുന്നവർ ഇന്ന് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണു. അന്നത്തെ കാലത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നവർ ഇന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു എന്നതേ വ്യത്യാസമുള്ളൂ. അവിടെയും മുസൽമാനാണ് ബുദ്ധിയുള്ളവൻ, അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഏറ്റവും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും കുറ്റം കിട്ടും. നമുക്ക് നന്മയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ കാര്യങ്ങൾക്കകത്ത് ആ മെത്തഡോളജി, അതിന്റെ കൈഫിയത്ത്, പിന്നെ സമാന് വക്കത്ത് എന്നൊക്കെ പറയും, 3 കാര്യങ്ങൾ ഒക്കണം. ഒരു കാര്യം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ആ ഇക്വേഷൻ പറഞ്ഞുതരാം. ഹദീസ് എങ്ങനെ വായിക്കട്ടെ. ഇതാ അമില അമലൻ, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്താൽ അത് അള്ളാഹ് സ്വീകരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഇതാ അമില അമലൻ ലൈസ ഫീഹി അമ്രുന, ആ പ്രവൃത്തിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് ക്യാൻസൽ ആണ്. ഇത് എഴുതി വെച്ചോ, സഹീൽ ബുഖാരി എന്ന ഹദീസ. അപ്പോ ഏതൊരു കർമ്മവും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വേണം. ആ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? അത് നബി ചെയ്യണം. നബി ചെയ്യുമ്പം അത് ഏത് സമയത്ത് ചെയ്തു? ഇപ്പൊ ളുഹർ നമസ്കാരം, ഒരാൾ രാത്രി 12 മണിക്ക് ളുഹറിന്റെ എല്ലാ ഹുർമാത്തുകളും ഒപ്പിച്ച് നിസ്കരിക്കുക പറ്റില്ല. കാരണം അത് നബി ചെയ്തത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പൊ ആ ഉച്ചയ്ക്ക് തന്നെ അത് നിർവഹിക്കണം. അപ്പൊ അതിന്റെ സമാൻ ഒക്കണം, വക്കത്ത് ഒക്കണം. ഇപ്പൊ റമദാൻ മാസം, റമദാനിലെ നോമ്പ് ഒരാൾ എന്ത് ചെയ്യുവാണ്? മുഹറത്തിൽ വെക്കുക.
പറ്റില്ല. കാരണം അതിന്റെ സമാൻ, കാലം എന്ന് പറയുന്നത് റമദാൻ മാസത്തിലാണ് നബി വെച്ച് കാണിച്ചത്. അപ്പം സമാന്, വക്കത്ത്, കൈഫിയത്ത്, എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിച്ചു, അതിന്റെ രൂപം, ഏത് സമയത്ത് ചെയ്തു, ഏത് കാലത്ത് ചെയ്തു, ഈ മൂന്നും കൂടെ ഒക്കുമ്പോഴാണ് ഒരു സംഗതി സ്വീകരിക്കപ്പെടുന്നത്. ഞാൻ ഫർദിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുറാൻ ക്ലാസ് ഒക്കെ ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരും. ഒരാൾ ഖുറാൻ ഓതുന്ന രീതി, ഖുറാൻ ക്ലാസ് ഗൂഗിൾ മീറ്റ് എടുക്കുന്ന രീതി, അത് വേറെ ചോദ്യം. ഫറലായ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നപോലെ തന്നെ ചെയ്താലേ ഉള്ളൂ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ അഡീഷണൽ ആയി എത്ര വലിയ ഹറമിലെ ഇമാമ് കൊണ്ട് അതിനകത്തൊരു രൂപം കാണിച്ചു തന്നാലും ഫഹുവ റദ്ദുൻ, അത് ക്യാൻസൽ ആണ്, അള്ളാഹ് എടുക്കല. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തായിരുന്നു ചോദിച്ചത്? അടി, അതായത് ഒരു വേറൊരു കാര്യം ചോദിച്ചല്ലോ, നമസ്കാരം, തസ്ബീഹ് നമസ്കാരം, ഇതൊക്കെയല്ലേ ചോദിക്കണേ? അതെ. പ്രത്യേക പ്രത്യേകമായിട്ടുള്ള നമസ്കാരം, പ്രത്യേകമായിട്ട് ഖുർആൻ ഓതലും നമ്മൾ അള്ളാഹുവിന്റെ വചനം തന്നെയല്ലേ പറയുന്നേ? അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്? അതെ, തീർച്ചയായും അള്ളാഹുവിന്റെ വചനവും അള്ളാഹ്ക്ക് വേണ്ടിയുമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മള് ഇത് ചെയ്യാനുള്ള അധ്യാപകൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൽ പുണ്യമുള്ളതെല്ലാം മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അവിടെ മനുഷ്യർക്ക് അറിയാൻ മേലാതെ ഒന്നും ഇനി വിട്ടുകളയരുത്. നബി തങ്ങൾക്ക് അത് ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമല്ല, മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നബി വിട്ടുകളയാൻ പാടില്ല. കാരണം ആ ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ ആയത്ത് സക്സസ് ആവണമെങ്കിൽ എല്ലാത്തിലും നബിയുടെ മാതൃക നമുക്ക് വേണം. അപ്പോ ഈ പ്രത്യേകമുള്ള തസ്ബീഹ് നമസ്കാരത്തിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്തുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചില്ല? നബി പഠിപ്പിക്കാത്ത ഒരു സംഗതി ഞാൻ ചെയ്തെങ്കിൽ നബിയേക്കാൾ ആ വിഷയത്തിൽ എനിക്ക് വിവരമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി എന്നെ ആരാണോ പഠിപ്പിച്ചത് ലോകത്ത് തുടങ്ങി വെച്ചാൽ അവർക്ക് നബി പഠിപ്പിക്കാൻ വിട്ടുപോയ കുറെ സംഗതികൾ കൂടി ഞങ്ങൾക്ക് അറിയാം എന്നാണ് അതിന്റെ അർത്ഥം, പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നന്മയാണെങ്കിൽ പോലും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയോ മറ്റു സഹാബത്തുകൾ ചെയ്തപ്പോൾ മൗനാനുവാദം നൽകുകയോ ചെയ്ത ഒന്നായിരിക്കണം. അതായത് ചില സംഗതികൾ നബി ചെയ്തിട്ടില്ല, പക്ഷേ മറ്റു പലരും ചെയ്തപ്പോൾ, സഹാബാക്കൾ ചെയ്തപ്പോൾ റസൂലുള്ളാഹി മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാംന്നാ. കാരണം അത് എതിർക്കേണ്ടതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ഒരാൾ വന്ന് നിന്ന് വെള്ളം കുടിക്കുക, അത് ഇരുന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതിപ്പോ ഉടുമ്പിറച്ചി ഒരാൾ വന്ന് ഭക്ഷിക്കുവാണ്, പക്ഷെ റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. അതിന്റെ തന്നെ നബിക്ക് ഉടുമ്പിറച്ചി ഇഷ്ടമില്ല, പക്ഷെ ഉടുമ്പിറച്ചി കഴിക്കുന്നതിന് എന്തുകൊണ്ട് വിലക്കില്ല? അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾക്കെല്ലാം മാതൃക വേണം. മരണപ്പെട്ട ആളുകൾക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുവാണെങ്കിൽ അതിന് തെളിവ് വേണം. തസ്ബീഹ് നമസ്കരിക്കുകയാണെങ്കിൽ അതിന് 85 കൊല്ലം ഖളാ ഇല്ലാതെ നമസ്കരിച്ച പുണ്യമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിന് തെളിവ് വേണം, മാതൃക വേണം നബിയിൽ നിന്നും. ഇല്ലാത്തടത്തോളം കാലം പറ്റില്ല. ഓക്കെ. പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതാണ് എനിക്കും എങ്ങനെ സൂറത്ത് എന്താ പറഞ്ഞേ? ഓക്കെ, 73 വിഭാഗമാണല്ലോ. ഇപ്പൊ ഫർസീന ചോദിച്ചത് അവർക്ക് ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തന്നെ കണ്ടെത്തി പറഞ്ഞു കൊടുത്താൽ പോരെ? അതാണ് ഞാനും പറയുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നത് ശരിക്കും അവരോടാ, അവരാ അതിന് മറുപടി പറയണ്ടേ. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യണം എന്നാ. ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതാ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കണ്ടെത്തിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ച സംഗതികളെ ഒരു വിഭാഗം ആളുകൾ മൂടി വെക്കുമ്പോൾ, അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പുതിയൊരു മതക്രമം ബിദ്അത്ത് ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. മാഷാ അല്ലാ. അപ്പൊ
അങ്ങനെ എല്ലാവരുടെയും ബാധ്യതയാണത്. ഫർസീന ചോദിച്ചത്. പക്ഷെ അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്, അവർക്ക് പല ന്യായീകരണങ്ങളുണ്ട്. ഇതൊക്കെ വളരെ എന്താണ് പറയുന്നത്, അത്രയും സൗഭാഗ്യന്മാർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണിത്. അൽഹംദുലില്ലാ. ഈ ഹിദായത്ത് ഡയറക്റ്റ് ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാൻ പറ്റുക എന്നുള്ളത്. എന്തിന് ഫർസീന, ഒന്ന് ഖുർആൻ വായിക്കാൻ പറഞ്ഞാൽ പോരെ? ഖുർആനിന്റെ മലയാളം അർത്ഥം ഒന്ന് വായിച്ചാൽ പോരെ? എത്രയോ സംഗതികൾ കിട്ടും, എന്തെല്ലാം പഠിക്കാൻ പറ്റും. ഇവർ ചെയ്യണില്ലല്ലോ. ഏതാ? പണ്ഡിതന്മാരല്ല, സാധാരണ ആൾക്കാര്. പണ്ഡിതന്മാർ ചെയ്യില്ല, കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടയിൽ എന്താണ്, പണ്ഡിത നേതൃത്വത്തെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെയ്തല്ലോ, അപ്പൊ അവർക്ക് തെറ്റുവോ? ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല. ആരും ദീനിന്റെ ഒരു മാതൃകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹും റസൂലുമാണ്. വഅതിഉല്ലാഹ വഅതിഉർ റസൂല. അള്ളാഹുവിനെയും അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ഹദീസിലും ഖുറാനിലും ഇല്ലാത്തൊരു സംഗതിയെ ഉലിൽ അംർ മിൻകും, പണ്ഡിതന്മാരെ എടുക്കുക. ഹദീസിൽ ഉണ്ടെങ്കിൽ അതിനെ എടുക്കുക. ഓക്കെ, മാഷാ അല്ലാ. അപ്പോ ഇവിടെ ഏറ്റവും അവസാനമാണ് മസ്ജിദ് എന്ന ചർച്ചയിലോട്ട് തിരിച്ചു വരുന്നത്. നോക്കിയേ, പടച്ചവൻ പോലും, പടച്ചവന്റെ ഇസ്ലാമാണ് ലോകത്ത് നടപ്പിലാക്കേണ്ടതെങ്കിൽ പോലും ഈ ആയത്തിൽ പറയുന്നത് കണ്ടോ, ക്രൈസ്തവരുടെ ദേവാലയം സംരക്ഷിക്കപ്പെടണം, ഹൈന്ദവരുടെ അമ്പലം സന്യാസമഠങ്ങൾ സംരക്ഷിക്കപ്പെടണം, ക്രിസ്ത്യാനികളുടെ സിനഗോഗുകൾ സംരക്ഷിക്കപ്പെടണം, പള്ളികൾ സംരക്ഷിക്കപ്പെടണം. ആരും ആരുടെ മേൽ കുതിര കയറാൻ പോകണ്ട. ആരും ആരുടെ ആരാധനാലയങ്ങൾ അടിച്ചമർത്തി മതവിഭാഗങ്ങളെ ഇവിടുന്ന് തച്ചുടയ്ക്കാൻ നോക്കണ്ട. ഞാനത് സമ്മതിച്ചു തരില്ല. അതാണ് ജൂതന്മാരെ കൊന്നു കളഞ്ഞപ്പം ആരെയാ, ഹിറ്റ്ലറിനെ പഠിച്ച റഷ്യക്കാരെ കൊണ്ട് തകർത്തത്. ഇപ്പോഴത്തെ ഈ ഫലസ്തീനെ ആക്രമിക്കുന്ന ഈ ഇസ്രായേലിനാണെങ്കിലും അള്ളാഹു തടയും. അതിന്റെ ഒരു തടയാണ് ഇപ്പൊ കാണുന്നത് ഇറാനെ കൊണ്ട്. ഇറാൻ എന്ന് പറയുന്ന സാധനം എന്താണ്, അവിടുത്തെ സുന്നി വിഭാഗങ്ങളെ 10 ലക്ഷം ആൾക്കാരെ, സുന്നികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതിന്റെ തട രണ്ടാമത് അവർക്ക് ഒതുക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഈ തടച്ചിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ ബാലൻസിങ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമാണ്. അവിടെ ലാസ്റ്റ് പറഞ്ഞ പോർഷനില് യദ്കുറു ഫീ ഹസ്മുല്ലാഹി കസീറ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്മരിക്കുന്നത്, പ്രപഞ്ചനാഥനെ സ്മരിക്കുന്നത് സവാമിയിലല്ല, സന്യാസമഠത്തിലല്ല, ചർച്ചിലല്ല, സിനഗോഗിലല്ല, മസ്ജിദിലാണ്. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥനെ സ്മരിക്കപ്പെടുന്നത്. എല്ലാവരും വരേണ്ടതും അവിടെയാണ്. എല്ലാവരും വരുന്നത് ചുമ്മാ വന്നിരിക്കാൻ വേണ്ടിയല്ല. എന്തിനു വേണ്ടി അവിടെ വരുന്നത്? യുദുക്കറു ഫീ ഹസ്മുല്ലാ, ദിക്ർ നടക്കണം. ദിക്ർ നടക്കണം. എന്താണ് ദിക്ർ? അപ്പോ തന്നെ നമ്മുടെ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ തസ്ബി ഇങ്ങനെ ആണിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എന്തിനാ? ദിക്ർ അല്ലേ? അല്ലെ കയ്യിൽ കടിച്ച് ടക്ക് അടിക്കുന്ന സാധനം. ഇതല്ല ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഓർക്കുക. നമ്മളിപ്പോ ഈ ഖുർആൻ ക്ലാസ്സിൽ ചെയ്തോണ്ടിരിക്കുന്ന എന്താ? അള്ളാഹുവിനെ ഓർക്കുകയാണ്. അള്ളാഹുവിനെ അടുത്തിരുന്ന് അള്ളാഹുവിനെ പറ്റി. ഇതാണ് ദിക്ർ എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ പോലും അള്ളാഹുവിനെ ഓർത്തോണ്ടാണ്. അതാണ് ദിക്ർ എന്ന് പറയുന്നത്. അല്ല ചുമ്മാ ഇരുന്ന് സുബ്ഹാന 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 അൽഹംദുലില്ലാഹ്, നീ അങ്ങോട്ട് പോയാ, നീ ഇങ്ങോട്ട് പോയാ, അൽഹംദുലില്ലാഹ്. ഈ സാധനം അല്ല ദിക്ർ. ദിക്ർ എന്ന് പറയുന്നത്, അതിപ്പോ ഗൾഫിൽ പോയി ഒരാൾ, ഞാൻ എക്സാമ്പിൾ പറയണ, ഗൾഫിൽ പോയിട്ട് ഭാര്യയും മക്കളെ എല്ലാം വിട്ടിട്ട് അയാള് ജോലിയുടെ കഷ്ടപ്പാട് കൊണ്ട് ഇച്ചിരി ഫ്രീ ടൈം കിട്ടി പറയാം, ഞാൻ എന്റെ ഉമ്മച്ചീനെയും കെട്ടുകളെയും കൊച്ചിനെയൊക്കെ ഒന്ന് ഓർക്കട്ടെ, ദിക്ർ ചെയ്യട്ടെ. ഒരു തൂണെ പോയി ചാടി ഉമ്മ 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 വാപ്പ 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 മക്കളെ 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 ഇങ്ങനെ പറയുന്ന ദിക്ർ നടക്കുമോ? അതിങ്ങനെ മൈൻഡിലൂടെ ഓടണം. അവരുമായിട്ടുള്ള എക്സ്പീരിയൻസും, ഇടയ്ക്ക് കണ്ണു നിറയുക, ഇടയ്ക്ക് ചിരിക്കുക, കാണാൻ തോന്നുക. അപ്പൊ ഈ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ അടുത്തിരുന്നുള്ള ചർച്ചയും അള്ളാഹു പറയുന്ന ഖുർആനുകൾ കേൾക്കുകയും അള്ളാഹു കൊണ്ട് കാണിക്കുന്ന നരകവും സ്വർഗവും, പഠിച്ചവനെ എന്നെ പെടുത്തരുത് അള്ളാഹു, ഞാൻ എപ്പോഴും നിന്റെ അടുത്താ പഠിച്ചവനെ. ഇതാണ് പക്ക ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്റിലേക്ക് വരുമ്പോൾ സുബ്ഹാനക റബ്ബിന എന്നൊക്കെ പറഞ്ഞവൻ പോവും, ആൽ ഇമ്രാനിൽ പോവും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നടക്കേണ്ട സംരംഭം ഏതാണ്? ഈ നാലിൽ ഏതാ അത് നടക്കേണ്ടത്? ആ അപ്പൊ
യെസ്, ഇപ്പൊ പള്ളിയുടെ ലക്ഷ്യം തന്നെ യുദ്ക്കറു ഫീ ഹസ്മുല്ലാഹി കസീറ എന്നുള്ളതാണ്. എന്നാ അള്ളാഹു എന്ത് ചെയ്തു? ബാക്കി മൂന്നെണ്ണത്തിനെ പറഞ്ഞത് എന്താ? അതിനെ ഒരിക്കലും തകർത്ത് കളയണ്ട. അത് ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണേ എല്ലാരെയും മുസ്ലിം ആക്കിയ പോരായിരുന്നോ? സുഹൃത്ത് സജ്ജതയിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാരെയും ഇസ്ലാം ആക്കാന്ന്. അത് വേണ്ട. അത് അവർ നിലനിർത്തിക്കൊണ്ട് ഇതിവിടെ സ്മരിക്കപ്പെടണം. ഇതിന്റെ ആളുകൾ ചെയ്യുന്ന കണ്ട്, ഇവിടുത്തെ ആളുകളുടെ ജീവിതം കണ്ട്, ഇവിടുത്തെ ആളുകളുടെ വൈജ്ഞാനികമായ ചർച്ച കണ്ട് മറ്റുള്ളവർ ആകർഷിക്കപ്പെട്ട് ഇതിലേക്ക് വരണം. ഇതാണ് ശരിയായ ഇസ്ലാം. ഇവിടെ ഇസ്ലാമോ ഫോബിയ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നൊരു വിഭാഗം ആളുകൾ യൂട്യൂബിലൂടെ പറഞ്ഞു വരുത്തുന്നത് ഇതല്ല. ഇസ്ലാം എന്നാൽ അമുസ്ലിമുകളെ കണ്ടെടുത്ത് വെച്ച് കണ്ടാൽ തലവെട്ടിക്കളയുക, ഇസ്ലാമോ ഫോബിയ അതാണെന്നൊക്കെ. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നേരത്തെ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞു. ഹിറ്റ്ലർ 1933 അയാള് ജർമ്മനിയിൽ ഭരണത്തിൽ കയറുമ്പോൾ ആ റഷ്യയിലെ ജനതയെ മൊത്തം ജൂതന്മാർക്കെതിരെ തിരിയാനുള്ള, 60 ലക്ഷം ജൂതന്മാർ എവിടെ ഉണ്ടായിരുന്നു? ജർമ്മനിയിലുണ്ടായിരുന്നു. ഈ ജൂതന്മാർക്കെതിരെ റഷ്യൻ ജനത തിരിക്കാൻ വേണ്ടി അയാൾ ചെയ്ത 3-4 സൈക്കോളജിക്കൽ ടിപ്സ് ഉണ്ട്. അത് പറഞ്ഞുതരാം. നമ്മുടെ ഇന്നത്തെ രാജ്യവുമായും നിലവിൽ ഇസ്ലാമിനെതിരെ ആളുകൾ പ്രയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ആള് ജോസഫ് ഗിബ്സി ഓൾസോ, അങ്ങനെയാണ് അതിന്റെ പേര്. അവർ ചെയ്ത ഇതാണ്: മനുഷ്യൻ എന്ത് ചിന്തിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. മനുഷ്യൻ എന്ത് ചിന്തിക്കണം, മനുഷ്യൻ എന്ത് കാണണം, മനുഷ്യൻ എന്ത് കേൾക്കണം, ഈ 3 കാര്യങ്ങളെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്. എന്തിനാണ് മനുഷ്യൻ പറഞ്ഞേ? ഈ 3 ഏരിയയാണ് ഇവർക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ജർമ്മനിയിലെ നാസി ഭരണകൂടത്തിന് ഫോക്കസ് ചെയ്യാനുള്ളത്. കാരണം ഈ 3-ലൂടെ ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്താൽ ആ മനുഷ്യനെ അവരുടെ അടിമയാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതിനകത്തൊരു സൈക്കോളജി, ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് കാണുന്നതും സ്ഥിരമായിട്ട് കേൾക്കുന്നതും ആ ഒരു സംഗതി അവൻ ഫ്രെയിം എടുത്തിട്ട് അത് സത്യമാണെന്ന് വിചാരിക്കും. അതൊരു സൈക്കോളജിക്കൽ ഒബ്സർവേഷനാണ്. അപ്പൊ ഇതിനു വേണ്ടി ഇവർ ചെയ്ത എന്താന്ന് ചോദിച്ചാല്, റേഡിയോ, അന്നത്തെ കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയോ ഏറ്റവും വില കുറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഉപകരണമായിട്ട് ജർമ്മനിയിൽ മുഴുവൻ വിറ്റഴിച്ചു. ജർമ്മനിയിൽ മുഴുവൻ റേഡിയോ കൊടുത്തു. അപ്പൊ എല്ലാവർക്കും വില കുറഞ്ഞ രീതിയിൽ റേഡിയോ കൊടുക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആണ്. പാട്ട് കേൾക്കാം, ഹായ് ഹായ് സൂപ്പർ, എല്ലാവർക്കും ഭയങ്കരമായ, എല്ലാവരും വാങ്ങിക്കുക. പക്ഷെ ചെയ്യുന്ന എന്താ? അതിലൂടെ ജൂതന്മാർക്കെതിരെയുള്ള ഹിറ്റ്ലറിന്റെ പ്രസംഗം ഡെയിലി വിടാൻ തുടങ്ങി. ഡെയിലി വിടുമ്പം ഇവര് നിർബന്ധിത സാഹചര്യത്തിൽ കേട്ടിട്ട് ജൂതന്മാർ, നമ്മൾ ജർമ്മനി ആര്യന്മാരെന്നാ പറയുന്നത്, ഈ നമ്മുടെ ആജീവനാന്ത ശത്രുവാണ്, അവരെ ഒരിക്കലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, അവരെ വേരോടെ പിഴുതെറിയണം, ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കും, നമ്മളെ ഇവിടുന്ന് പുറത്താക്കും, നമ്മുടെ സ്വദേശികളാണ്, നമ്മളുടെ രാജ്യം, നമ്മളുടെ പൈതൃകം സംരക്ഷിക്കപ്പെടണം, ഇവരെ NRC നടപ്പിലാക്കണം, കോൺസെൻട്രേഷൻ ക്യാമ്പിലിടണം തുടങ്ങിയ പ്രസംഗങ്ങൾ ഡെയിലി റേഡിയോയിൽ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുകയും ലോകത്തെ ഏറ്റവും ബുദ്ധിപരമായതും കഴിവുള്ളവരുമായ ജനങ്ങൾ ജർമ്മൻസ് ആണ്, ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടേണ്ട രാജ്യം, നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ ഉന്നത വർഗം തുടങ്ങിയ നിരന്തരം മെസ്സേജുകൾ വർഷങ്ങളോളം ഒരു ജനതയെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തത്, സ്കൂളിലെ സിലബസ് മാറ്റുക. വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള സിലബസുകളെ മാറ്റിയിട്ട് എന്താണോ ആ രാജ്യം ഫ്രെയിം ചെയ്യുന്നത് ആ സിലബസ് ആഡ് ചെയ്യുക. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ടും പഠിച്ചു വരുമ്പം ആ ഒരു ചിന്തയിലോട്ട്, ജൂതവിരോധമുള്ള ഒരു ചിന്തയിലോട്ട് അവരെത്തിച്ചേരും. ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമോഫോബിയ. ഇസ്ലാം, ഇപ്പൊ ഈ ആയത്ത് പഠിച്ചോ മനസ്സിലായില്ലേ യഥാർത്ഥ ഇസ്ലാം എന്താ, എത്ര വിശാലമാണ്. പക്ഷേ ഇതല്ല യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാമോഫോബിയ ലോകത്ത് വരാൻ വേണ്ടി ഇന്ത്യയിലടക്കം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1980-കളിലും 70-കളിലും ഒക്കെ എത്രയോ സഹവർത്തിത്വത്തോടെ ഇവിടുത്തെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ തന്നെ എത്ര കഷ്ടപ്പെട്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോണം എന്നൊരു ചർച്ച, അത് ഒരു കൂട്ടരുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യക്കാർ
ഇവിടെയുള്ള സാധാരണക്കാരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ജർമ്മനിയുടെ ആ തന്ത്രമാണ്. എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് ചിന്തിക്കണം, അതിനുവേണ്ടി യൂട്യൂബ് ഉപയോഗപ്പെടുത്തുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നു, സിനിമകൾ ഉപയോഗപ്പെടുത്തുന്നു, ഇവിടുത്തെ സിലബസുകൾ മാറ്റുന്നു, പുസ്തകത്തിന്റെ മുസ്ലിം ചരിത്ര പൈതൃകമുള്ള പേരുകൾ മാറ്റുന്നു, ഇന്ത്യയുടെ പേര് പോലും മാറ്റുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികളെ നിരന്തരമായി കേൾപ്പിക്കുകയും മറ്റും വേറെ എന്ന് പറഞ്ഞാല് മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ഹൈന്ദവരെ ആക്രമിക്കുന്ന ഒരു വീഡിയോ പോലുള്ള ചിത്രീകരണം നടത്തുമ്പോൾ ഹൈന്ദവരുടെ ഉള്ളിൽ തന്നെ മുസ്ലിമീങ്ങളോട് ദേഷ്യമുണ്ടാകുന്നു. അവിടെ ജൂതന്മാർക്കിടയിൽ ഇത് തന്നെ നടപ്പിലാക്കി. ജൂത വേഷം ധരിച്ചുകൊണ്ട് അവിടുത്തെ ജർമ്മനിയിലെ ആളുകൾ ജർമ്മൻസിനെ ആക്രമിക്കുമ്പോൾ യഥാർത്ഥ ജർമ്മനികൾക്ക് ദേഷ്യം വരുന്ന ആരോടാ? ജൂതന്മാരാണ്. എന്ന് പറഞ്ഞ പോലെ ISIS എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ല, മുസ്ലിമീങ്ങളല്ല. അവര് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഹൈന്ദവരെ ആക്രമിക്കുന്നു. ഇവിടുത്തെ പല ബോംബ് സ്ഫോടനങ്ങളും എല്ലാത്തിനും പിന്നിൽ അതുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പലതിലും പല കഥകളും പറയാനുണ്ട്. എത്രയോ ഹൈന്ദവരുടെ കയ്യിൽ നിന്നാണ് തോക്കുകളും ബോംബുകളും ഒക്കെ പിടിക്കപ്പെട്ടത്. അപ്പോൾ അവരങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഈ വാർത്ത അങ്ങോട്ട് പബ്ലിക്കലി വിടുമ്പം ഇവിടെയുള്ള പാവങ്ങളായ ഇന്ത്യൻ വംശജനായ ഹൈന്ദവനും ക്രൈസ്തവനും വിചാരിക്കുന്നത് എന്താ, എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിം അപകടകാരിയാണ്, അവന്റെ താടിയും തൊപ്പിയും സൂക്ഷിക്കണം, അവൻ ഈ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് എന്ന തോട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ അടക്കം മൈൻഡില് ഇങ്ങനെ ഇൻജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ആണ് ഇപ്പൊ യൂട്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കമന്റുകൾ വായിച്ചിട്ടില്ലേ, അതിനുവേണ്ടി ആളുകൾ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് മറ്റൊരു തലത്തിൽ എത്തിക്കും. എന്നാൽ ഖുർആൻ പഠിച്ച നിങ്ങൾ പറയും, യഥാർത്ഥ ഖുർആൻ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതാ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ഫിറ്റായ ആയത്താണിത്. വലിയൻസുറന്നല്ലാഹ മൻ യൻസുറുഹു. ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹുവും സഹായിക്കും. എന്താണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് ആരാണോ അവന് മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു ശക്തിമാനാണ്, പ്രതാപവാനാണ് സ്വയം. നിങ്ങൾ ആരും ഈ മതസ്വാതന്ത്ര്യം തന്നിട്ട് നിങ്ങൾ ആരും അള്ളാഹുവിന്റെ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ശക്തിയും ചോർന്നും പോകുന്നില്ല, ഒരു പ്രതാപവും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെയാണ് വിജയം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ 4 ആരാധനാലയങ്ങൾ പറഞ്ഞിട്ട് യഥാർത്ഥ ആരാധനാലയം തുറന്നു തന്നെ കിടപ്പുണ്ട്. ബാക്കി ആരാധനാലയങ്ങളുടെ ലക്ഷ്യം പറയാനത് അവിടെ ഈ ലക്ഷ്യമല്ല നിറവേറുന്നത്, അത് വെറും ആരാധനാ ചടങ്ങ് മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം നിറവേറുന്നത് 4ാമത് പറഞ്ഞ പള്ളികളിലാണ്. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങൾ അവിടെ ആ ലക്ഷ്യം നിറവേറ്റുന്നൊന്നുമില്ല. അവർ ഇന്നലെ അടക്കം ബദറിന്റെ ബദരീങ്ങളെ സ്മരിക്കാനും 17 രാവിനും പോത്തിറച്ചി വിളംബരം ചെയ്യാനൊക്കെയാണ് അവർ ആ പള്ളികൾ പോലും ഉപയോഗിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് യഥാർത്ഥ സ്മരണ നിറവേറുന്നത് ആ പള്ളികളിലാണ്. ബാക്കി 3 പോയിന്റുകളിലും ഒരു സ്മരണയും നിറവേറുന്നില്ല, അത് വെറും ആരാധനാ ചടങ്ങ് മാത്രമാണ്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങളും 4ാമത്തെ സ്ഥലത്തെയും ഈ 3 പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അത് വളരെ സങ്കടകരമാണ്. നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ തലത്തിലുള്ളതല്ലായിരുന്നു, ഒരു ഇന്റലക്ച്വൽ തലത്തിലുള്ള ചർച്ചയായിരുന്നു. ഖുർആൻ എങ്ങനെയാണ് ചില സമയത്ത് അപ്ഡേറ്റഡ് ആയിരിക്കും. നോക്കിയേ, എവിടുന്ന് പോയതാ? മക്കേന്ന് പോയി, ചരിത്രത്തിലൂടെ പോയി, 2026 വന്ന് ലൈവായിട്ട് സംസാരിച്ചു. സംസാരിച്ചില്ലേ? അതാണ് ഖുർആൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ലതുപോലെ പഠിക്കാനുള്ള സൗഭാഗ്യമൊക്കെ നൽകട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കണം. നമ്മൾ നാളെ ഞായറാഴ്ച ഞാൻ ഫ്രീ ആണ്. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുത്താലോ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം കാരണം 2-3 ക്ലാസ് മിസ് വെക്കണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വേണ്ട, ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതങ്ങനെ പോവാം. 2ാമത്തെ കേസ്, നമ്മളിപ്പോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചർച്ചയല്ല, വളരെ ഗഹനമായ ആഴത്തിലുള്ള 1.25 മണിക്കൂർ. ഇതൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ. ഇത്രയുള്ള ചർച്ചയാ. എക്സാം നടക്കുന്നുണ്ട്. QHLS എക്സാമിനുള്ള സൂറത്തുൽ ഹജ്ജിന്റെ തഫ്സീർ അടക്കം പള്ളിയിൽ വന്നിരിപ്പുണ്ട്.
ആവശ്യക്കാര് നിങ്ങളുടെ ഹസ്ബൻഡിനെയോ സഹോദരന്മാരെയോ നിങ്ങളോ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ 50 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആ സംഭവം എഴുതണം. ഇൻഷാ അല്ലാ. കുറെ ആളുകൾ ഇനിയും ഇതിൽ പങ്കെടുക്കണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.